Good morning to all. Good morning. Happy New Year. Advance Happy New Year. ഷാജി സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? എല്ലാവരും ഒന്ന് ഗുഡ് മോർണിംഗ് ഒന്ന് ഹാപ്പി ന്യൂ ആക്റ്റീവ് ഇയർ സർ. ആരും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. Happy New Happy Year. New Year. Happy New ഹാപ്പി Year. ന്യൂ ഇയർ സർ. Morning, sir. Happy New Happy Year. New Year. Good morning, Happy New Year. Happy New Year. Happy New Year. Happy New Year. താങ്ക് യു. കാരണം ഞാൻ പറയാൻ കാരണം ഇത് നമ്മുടെ എല്ലാരും കൂടെ ഫാമിലി മീറ്റ് ആണ് കേട്ടോ. ഫാമിലി മീറ്റ് ആകുമ്പോൾ ഞാനെന്താ ഇവിടെ ഉള്ളത് അത് തന്നെ നിങ്ങളും കേട്ടോ. എല്ലാവർക്കും ഒരേ റൈറ്റ്സ് ആണ്. അപ്പോ പിന്നെ എല്ലാരും ഒച്ച കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂടാനുള്ള ഏറ്റവും വലിയൊരു പിന്നെ എന്നെ മ്യൂട്ട് ചെയ്തോളൂ സാറേ. കുഞ്ഞുങ്ങളെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സന്തോഷം. പിന്നെ അപ്പോ എന്താ പറഞ്ഞേ, നമ്മുടെ കോൺഫറൻസ് കൂടാനുള്ള ഏറ്റവും വലിയൊരു പിന്നെ എന്ന് പറഞ്ഞാല് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ പിന്നെ വീഡിയോ ഓൺ ചെയ്ത് അറ്റൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. അത് എന്റെ അനുഭവമാണ്. നിങ്ങൾക്ക് അതായിരിക്കും അങ്ങനെയാണെന്ന് അറിയത്തില്ല. സ്റ്റാർട്ടിങ്ങിൽ മുതൽ എനിക്ക് ആ കോൺഫറൻസ് തന്നത് എന്റെ വീഡിയോ അറ്റൻഡ് ചെയ്തിട്ടില്ല, വീഡിയോ ഓപ്പൺ ആക്കിയിട്ടില്ല മീറ്റിംഗ് തന്നെയാണ് അല്ലെ. മിക്ക ആൾക്കാർക്കും അത് അറിയാവുന്ന കാര്യമാണ് അല്ലെ. തീർച്ചയായിട്ടും കുറച്ച് പേര് 10-76 പേര് വന്നിട്ടുണ്ട്. ഇപ്പോൾ 76 ഒരുപാട് ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്ന മീറ്റിംഗ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇൻവൈറ്റ് ചെയ്യുക കേട്ടോ. മീറ്റിംഗിലോട്ട് കയറാൻ പറയാം കേട്ടോ. ഇന്ന് നല്ല വലിയൊരു പിന്നെ എന്താ പറയാ വലിയൊരു എക്സ്പീരിയൻസ് ഷെയറിങ്ങും അതുപോലെയൊക്കെയുള്ള ഒരു സെഷനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത് വിജയിക്കാനാണ്. ആരും പക്ഷെ ഇവിടെ ആരും ഷാജി സാർ എപ്പോഴും പറയുന്നുണ്ട് ഇവിടെ ഒന്നും ആരും തോൽക്കൂല അല്ലെ. നമ്മള് പിന്നെ വേണ്ടെന്ന് വെച്ച് പോകുന്ന എല്ലാം തോൽക്കൂല ആരും. പക്ഷെ നമ്മൾ വന്നിരിക്കുന്നത് വിജയിക്കാനാണ്, വേണ്ടെന്ന് വെക്കാനല്ല അല്ലെ. തീർച്ചയായിട്ടും അത് ഉറപ്പിച്ചാ വന്നിരിക്കുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ മിക്ക ആൾക്കാർ എല്ലാ ആൾക്കാരുടെ മെന്റർ ആയിട്ടുള്ള നമ്മുടെ ഷാജി സാർ നമ്മുടെ ഇവിടെ ഉള്ളത് കൊണ്ട്, നമ്മൾക്ക് നമ്മളെ മെന്ററിങ് ചെയ്യുന്നതുകൊണ്ട്, നമ്മുടെ ഓർഗനൈസേഷനിലെ ഹെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് വലിയൊരു വിഷനോട് കൂടിയാണ് മൂവ് ചെയ്യുന്നത്. അതിന്റെ കൂടെ ഞാൻ നിന്നിട്ടുണ്ട്, നമ്മൾ നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ വളരെ എന്താ പറയാ ഒരു ഉറച്ച തീരുമാനം കൂടി അതുണ്ടായിരിക്കണം, വലിയൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം എത്തണം എന്നില്ലേ. മനസ്സിലായില്ലേ? ഷാജി സാറിന്റെ മെസ്സേജ് കാണുമ്പോൾ ചിലപ്പോൾ ഇന്ന് വളരെ ആക്റ്റീവാകും. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയായിരുന്നു. ഷാജി സാറിന്റെ മെസ്സേജ് വളരെ ആക്റ്റീവായിട്ട് എനർജി ആയിരിക്കും, പിടിച്ച കിട്ടത്തില്ല. വൈഫൊക്കെ പറയും എന്താ കളിക്കുന്നത് പറയും ചില മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എന്റെ എനർജി കണ്ടല്ലേ. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ എനർജി എവിടെയും കാണില്ല. നിങ്ങളിപ്പോ വെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ലെന്ന് ചോദിക്കും. സ്റ്റാർട്ടിങ്ങിലൊക്കെ വൈഫ് അങ്ങനെയായിരുന്നു, ചോദിക്കുമായിരുന്നു. കാരണം ചിലത് കേൾക്കുമ്പോൾ എനർജി പൊട്ടിത്തെറിച്ച് ഹൈയിൽ പോവും, പിന്നെ നല്ല റെസ്റ്റാ. പക്ഷെ അതല്ല നമ്മുടെ ബിസിനസ്. നമ്മുടെ ഒരു ബിസിനസ് നല്ല ഫ്ലോയിൽ കൊണ്ടുപോവുക. തീർച്ചയായിട്ടും ആ ഫ്ലോയിൽ പോകുന്ന ഏതൊരാൾക്കും നിങ്ങൾക്ക് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ആ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനിടയിൽ ചിലപ്പോ എന്താ പറയാ കുന്നും മലകളും ഒക്കെ വരാം, അരുവികൾ വരാം, ഒക്കെ വരാം. അരുവികളുടെ ഒളിച്ചു പോവാ, ഇങ്ങനെ എന്താ പറയാ വെള്ളത്തിലൂടെ കുന്ന് കയറാൻ പറ്റാത്ത അവസ്ഥ വരാം. ഒന്നും കെയർ ചെയ്യണ്ട, തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ പോവുക. കാരണം നമ്മുടെ അത്രയ്ക്ക് സ്ട്രോങ് ലൈൻ അപ്ലൈനാണ് നമുക്കുള്ളത്. അപ്ലൈൻ മാത്രമല്ല അപ്ലൈൻസ് ആണ് നമുക്കുള്ളത് അല്ലെ. നമ്മൾ സിസ്റ്റം ഫോളോ, ഓരോ ആൾക്കാരും സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് അല്ലെ. സിസ്റ്റം ഫോളോ ചെയ്തവർക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് വലിയ സമയമൊന്നും ആവശ്യമില്ല. പക്ഷെ നമ്മുടെ സിസ്റ്റം, അതായത് നമ്മുടെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് സക്സസ് ചെയ്യാം. അപ്പൊ ഞാൻ അധികം സംസാരിക്കുന്നില്ല. കാരണം നമ്മുടെ ലീഡേഴ്സ് ഉണ്ട് സംസാരിക്കാൻ, ഒരുപാട് ലീഡേഴ്സ് സംസാരിക്കാനുണ്ട് കേട്ടോ. കാരണം ഞാൻ ആദ്യം ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ഓരോ വ്യക്തികളെയും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓരോ വ്യക്തികൾക്കും ഓരോ പിന്നെ എന്താ പറയാ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും നമ്മൾ ഭൂമിയിൽ വന്നിരിക്കുക അല്ലെ. അപ്പൊ ഞാൻ ഇന്ന് പിന്നെ ആദ്യം വിളിക്കാൻ പോകുന്ന വ്യക്തി എന്ന് വെച്ചാല് ഒരു എന്താ പറയാ നമ്മൾക്ക് വേണ്ടിയിട്ട് തന്നെ, ഓരോ വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സേവനം ചെയ്ത ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇപ്പോഴും സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ വെസ്റ്റീജിലൂടെയും സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ലൈഫ് മൊത്തം സർവീസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചൊരു വ്യക്തിത്വമാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അദ്ദേഹം പിന്നെ അടുത്ത് റീസെന്റ് ജോയിൻ ചെയ്തേ ഉള്ളൂ. വളരെ ഫാസ്റ്റായിട്ട് വെസ്റ്റിന്റെ ഓരോ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് പഠിച്ചെടുക്കുകയും നമ്മുടെ വളരെ പ്രത്യേകം എന്ന് വെച്ചാൽ അത് ഫിസിക്കലായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, നോളജ് കിട്ടുന്നുണ്ട്. എല്ലാ മീറ്റിങ്ങുകളിലും വീഡിയോ, മിക്ക മീറ്റിങ്ങുകളിലും ഡ്യൂട്ടിയിലായപ്പോഴും വീഡിയോ ഓണാക്കി ഇരിക്കുന്ന കാണാം നമ്മൾക്ക്. അപ്പോൾ അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു. അതിനുശേഷം ഫയർഫോഴ്സ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വെസ്റ്റീജിനെ പാർട്ട് ടൈം ആയിട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട്. കാരണം ഒരു പിന്നെ
യാതൊരു എന്താ പറയാ വിട്ടുവീഴ്ചയും ഇല്ലാതെ, നമ്മൾ ഡ്യൂട്ടിയിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല, അദ്ദേഹത്തിന് വെസ്റ്റിയിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്ന ഏതൊരാൾക്കും വിജയിക്കാനും വളരെ ഫാസ്റ്റ് ആയിട്ട് പറ്റും. കാരണം നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത് നമുക്കൊരു നല്ലൊരു അപ്ലൈൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അപ്ലൈൻ നമുക്ക് കൊണ്ടുവന്ന ആളാണെന്നില്ല കേട്ടോ, അപ്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്റ്റീവ് അപ്ലൈൻ കേട്ടോ. അപ്പൊ എന്റെ കൊണ്ടുവന്ന അപ്ലൈൻ ഇവിടെ ഇല്ല, മനസ്സിലായില്ല. എന്നൊരാൾ ഇവിടെ പിന്നെ ഓഫർ ചെയ്തിട്ട് അവര് പോയി. കാരണം നല്ലൊരു ഇത്രയും വലിയൊരു ഓർഗനൈസേഷനിൽ പിന്നെ എന്തായാലും അപ്ലയൻസ് താങ്ക്സേ പറയുള്ളൂ, ഇത്ര നല്ലൊരു ഓർഗനൈസേഷനെ കൊണ്ടിട്ട് അപ്ലൈൻ പോയി. പക്ഷേ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അവരെ മെന്ററിങ് ചെയ്യുന്ന അപ്ലൈൻ, നല്ലൊരു അപ്ലൈൻ മെന്ററിങ് ചെയ്ത് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇവിടെ ഗ്രോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് അവരുടെ എക്സ്പീരിയൻസും അവർ പിന്നെ എല്ലാ കാര്യങ്ങളും ഈ പിന്നെ നമുക്ക് അദ്ദേഹത്തിന് തന്നെ അറിയാം. അദ്ദേഹം ഈ മാസം ബ്രോൺസ് ലെവൽ എന്ന വലിയൊരു പിൻ ലെവൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ബിസിനസിന്റെ ഏറ്റവും ഫസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ വരുന്നത് 5% ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ പതിയെ 8%-യിലോട്ടും 12%-യിലോട്ടും അതിന്റെ നമ്മുടെ ഏറ്റവും മെയിൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മെയിൻ പിൻ ലെവലായ ബ്രോൺസ് ലെവൽ എന്ന ലെവൽ പിൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കാണ്, എഫർട്ടാണ്, ലോങ് വിഷനാണ്, അതൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത് നേടിയെടുക്കാൻ പറ്റിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് രാജു സാറിനെ സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്യുന്നു. സൂം പ്ലാറ്റ്ഫോമിലോട്ട് വെൽക്കം രാജു സാർ. താങ്ക് യു സർ. ഞാൻ പിന്നെ ഓഡിയബിൾ ആണോ? ആണ്. വിസിബിൾ ആണോ? ഓക്കെ സർ. താങ്ക് യു സർ. സാറിനെ വളരെ മനോഹരമായി ഇൻവൈറ്റ് ചെയ്തു. സാറിൻ്റെ ഓരോ വാക്കുകളും എനിക്കെന്നല്ല ബാക്കി എല്ലാവർക്കും ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ലൊരു എനർജിയും അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗരേഖയുമാണ് സാറിൻ്റെ വാക്കുകൾ. വളരെ വളരെ നന്ദി സാർ. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. അതുപോലെ തന്നെ പിന്നെ ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രാജു സോവാൻ എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു. ഞാൻ ഒരു 20 വർഷം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ വർക്ക് ചെയ്ത ആളാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 16 വർഷത്തോളമായി ഇപ്പം നാട്ടിൽ വന്നിട്ട് ഫയർഫോഴ്സിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ പിന്നെ ഈ അത് കഴിഞ്ഞിട്ട് തൊണ്ടയ്ക്ക് പ്രശ്നം തുടങ്ങി. അപ്പം കണ്ണിൽ അടിച്ചു, അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടാൽ ഇത് എല്ലാവരും ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കൂടെ പോകുന്ന ബസ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബസ്സും വണ്ടികളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ ശബ്ദം ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അപ്പം ഇതിനകത്ത് ഞാൻ ആദ്യമായി ഇതിനകത്ത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ലീഡേഴ്സിനെ ഞാൻ സ്വയം കണ്ടുപിടിക്കുമായിരുന്നു ഇതിനകത്ത്. അപ്പം അങ്ങനെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആദ്യമായിട്ട് വർക്ക് ചെയ്തപ്പോഴത്തേക്ക് 2-3-4 മീറ്റിംഗ് കേട്ടപ്പോൾ എനിക്ക് പ്രോഡക്റ്റിൻ്റെ ഒരു സെഷൻ കിട്ടി. ആ പ്രോഡക്റ്റ് സെഷനിൽ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഗുണങ്ങളും അതും ഇതൊക്കെ എന്നോട് അത് ഞാൻ വളരെ ശ്രദ്ധിച്ച് കേട്ടു. അപ്പം എനിക്കാണെങ്കിൽ ഒരു രണ്ട് കാലിൻ്റെ മുട്ടിനും എനിക്ക് വേദനയും നീരും പിന്നെ നടക്കാൻ പറ്റുന്ന അവസ്ഥയൊക്കെയായിരുന്നു. അതായത് ഇവിടുന്ന് ഫയർ എഞ്ചിൻ പോകുന്ന സമയത്ത് എനിക്ക് വണ്ടിയിലൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പം ഇവിടുത്തെ പിന്നെ ഞങ്ങളുടെ ഓഫീസറൊക്കെ പറയും, രാജു മാറി നിന്നോട്, കുഴപ്പമില്ല. പക്ഷേ എനിക്കൊരു വലിയൊരു ഷെയിംഫുൾ ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വെസ്റ്റേജ് ജോയിൻ ചെയ്യുന്നതും. വെസ്റ്റേജിൻ്റെ നമ്മുടെ ജോയിന്റ് പെയിനും അതിനൊക്കെ ഉള്ള ഒരു പിന്നെ കുറച്ച് പ്രോഡക്റ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അത് ഞാൻ ഉപയോഗിച്ചു. അതാണ് കാൽസ്യം, പിന്നെ ഗ്ലൂക്കോസാമിയ, കൊളാജൻ, പിന്നെ വൈറ്റമിൻ ഡി ഇതൊക്കെ ഞാനൊരു 2-3 മാസം ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ എനിക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കാലിൻ്റെ വേദനയെല്ലാം മാറി. വളരെ ഹാപ്പിയായി ഞാൻ. ഇപ്പം അത് ഞാൻ വല്ലപ്പോഴൊക്കെ കണ്ടിന്യൂ ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം എനിക്ക് സ്റ്റെപ്പ് കയറുന്നതിന് വണ്ടി കയറുന്ന ഒരു പ്രശ്നമില്ല. ഇപ്പം എത്ര നിലയിലാണെങ്കിലും ഞാൻ ചാടിക്കയറും, സ്റ്റെപ്പുകളൊക്കെ ചവിട്ടിക്കയറുന്ന ഒരു പ്രശ്നമില്ല. വളരെ മനോഹരമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഈയിടയ്ക്ക് ഞാനിതിൽ പിന്നെ മുന്നേറാനുള്ള മുഖ്യ കാരണം എന്ന് പറയുന്നത്, ഞാൻ എല്ലാ മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യും. അതായത് സൂം മീറ്റിംഗ് ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും നമ്മുടെ ഫയർ എഞ്ചിനായിട്ട് പോകുന്ന ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സമയവും വീട്ടിലിരുന്നാൽ പോലും ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. അതായത് രാവിലെ തന്നെ നമ്മൾക്ക് പിന്നെ ഒരു 6 മണിക്ക് നമ്മളെ മീറ്റിംഗ് വരുന്നുണ്ട്. 6 മണിക്ക് നമുക്ക് ഒരു 15 മിനിറ്റ് നമുക്ക് മെഡിറ്റേഷനാണ്. ആ മെഡിറ്റേഷൻ സമയത്ത് കഴിയുമ്പോഴെല്ലാം ഞാനൊരു കസേര ഇരിക്കുകയോ അല്ലെങ്കിൽ തറയിരുന്നിട്ടോ 2 കൈ നമ്മുടെ കാലിൻ്റെ പിന്നെ പുറത്ത് വെച്ചിട്ട് മലർത്തി വെച്ചിട്ട് അത് നമ്മളിൽ വരം മേടിക്കുക അല്ലെങ്കിൽ വാങ്ങിക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഞാൻ
കണ്ണുടച്ചിരുന്ന് ഇത് എല്ലാം കേൾക്കാറുണ്ട്, ഞാൻ ഏറ്റു ചൊല്ലാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനിടയ്ക്ക് വെച്ച് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നേരം നമുക്ക് വിഷ്വലൈസ് ചെയ്യാനുള്ള ടൈമുണ്ട്. ആ സമയത്ത് എൻ്റെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ ആ ഡ്രീം ഞാൻ വിഷ്വലൈസ് ചെയ്യാറുണ്ട്. എന്തൊക്കെ ഞാൻ എൻ്റെ ഡ്രീം എഴുതി വെച്ചിട്ടുണ്ട്, ആ ഡ്രീം ഞാൻ വിഷ്വലൈസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ ആ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിന് നല്ലൊരു പിന്നെ എനർജിയാണ് തരുന്നത്. അപ്പം അന്നത്തെ ദിവസം മൊത്തം നമുക്ക് വളരെ എനർജിയാണ്. അന്ന് വർക്ക് ചെയ്യാനായാലും എൻ്റെ ഫയർഫോഴ്സ് ഡ്യൂട്ടി ചെയ്യാനായാലും എല്ലാം നമുക്ക് എല്ലാവർക്കോട് സംസാരിക്കാനൊക്കെ വളരെ ഒരു എനർജി കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് നമ്മൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. സൂം മീറ്റിംഗ് ഞാൻ ഒന്നും വിടാറില്ല. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും എനിക്ക് പോകാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾക്ക് ഫിസിക്കൽ മീറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോകാറുണ്ട്. അപ്പം രണ്ടിടത്തു നിന്ന് കിട്ടുന്ന എനർജിയാണ് എന്നെ ഇത്രയും പെട്ടെന്ന് ഈ ബൗൺസ് ആക്കാൻ സഹായിച്ചത്. പിന്നെ നമുക്ക് പറ്റുന്നത് വെച്ചാൽ ഡെയിലി മീറ്റിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ ഓരോ വർക്കും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ ഈ സൂം മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ പിന്നെ അതിനകത്ത് നമുക്ക് സ്ക്രീൻ ഷെയറിംഗ് ഉണ്ടല്ലോ. ആ സ്ക്രീൻ ഷെയറിംഗ് സമയത്ത് ലീഡേഴ്സ് എല്ലാം സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാനത് പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പം അതെല്ലാം ഞാൻ സമയം കിട്ടുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ രജിസ്റ്ററിൽ നോട്ട് ബുക്കിലേക്ക് പകർത്താറുണ്ട്. ഇതാണത് എല്ലാം ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട്. അത് ഓരോരുത്തർ ചെയ്യുന്ന എല്ലാം ഞാൻ ഇങ്ങനെ പകർത്തി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ സമയം കിട്ടുമ്പോൾ അത് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ എന്തെന്ന് പറയുന്നത് വീഡിയോസ് പിന്നെ യൂട്യൂബിൽ പോകുക, വീഡിയോസ് ഒക്കെ കാണുക. ആ സമയത്ത് അപ്പം എനിക്കിപ്പം എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടത്തില്ല. അവരെന്തെങ്കിലും മെസ്സേജ് അയക്കുന്നതെന്ന് ഞാൻ കാണാറില്ല. അതുപോലെ തന്നെ ഒരു പിന്നെ നമ്മുടെ റീൽസ് ഒന്നും കാണാറില്ല. എൻ്റെ മോനാണെങ്കിൽ എന്തെന്നാ പറയുക, യൂട്യൂബറാണ്. അവൻ്റെ പോലും വീഡിയോ കാണാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് അത് ഇത്രയും ഞാൻ ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെയാണ് എന്നെ ഇത്രയും പെട്ടെന്ന് പിന്നെ മുന്നോട്ട് കയറ്റാനുള്ള ഒരു അവസരം വന്നത്. പിന്നെ ഞാനിപ്പം ഉപയോഗിക്കുന്ന ഓരോ പ്രോഡക്റ്റ് ഉണ്ട്. അതാണ് നമുക്ക് ഡെറ്റോക്സ് ഫുഡ് പാച്ചസ്. ഇത് ഞാൻ കാലൊട്ടിച്ച് രാത്രി കിടക്കാറുണ്ട്. നമ്മുടെ ശരീരത്തുണ്ടായ ടോക്സിൻ അതെല്ലാം കളയാൻ ഇത് വളരെ നല്ലതാണെന്നുള്ളതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീട്ടോൾ കൊണ്ട് ഇന്ന് ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാനൊരു നമ്മുടെ പ്രോക്സി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വൈറ്റമിൻ ഡി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക ഐ സപ്പോർട്ട്, എൻ്റെ കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുവിധം എല്ലാം മാറിയിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. രണ്ടാമെന്ന് പറയുന്നത് കോംബയോട്ടിക്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആംല, നമ്മുടെ ഫ്ലാക്സ് ഓയില്, സ്പെറുലിന, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രിൽ ഓയിൽ. ഇത്രയും ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ്. പിന്നെ നോനി ഉണ്ട്. നോനി രാവിലെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ എടുത്തില്ല, വീട്ടിൽ ഉപേക്ഷിച്ചൊക്കെയാണ്. നാളെ ചെല്ലുമ്പോഴത്തേക്ക് രാവിലെ കഴിക്കേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാനിതിൻ്റെ മുന്നോട്ട് പോകുന്നത്. അപ്പം എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റുന്ന ഒരു മെസ്സേജാണ്. അതായത് നമ്മൾ രാവിലത്തെ മീറ്റിംഗ്, സുബഹയുള്ള മോർണിംഗ് മീറ്റിംഗ് കേൾക്കുക. പിന്നെ ബാക്കി രാത്രിയിലത്തെ നമുക്ക് പിന്നെ 2 മണിക്കും 5 മണിക്കും എല്ലാ മീറ്റിംഗ് ഉണ്ട്. അതെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം അറ്റൻഡ് ചെയ്യണം. അതുപോലെ രാത്രിയിലത്തെ 8:30 അല്ല 9 മണിക്കുള്ള മീറ്റിംഗ് കേൾക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇപ്പം നമുക്ക് സക്സസ് ടു പാസ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ തട്ടേക്കാട് മീറ്റിംഗ് ഇപ്പോൾ ഈയിടയ്ക്ക് നടന്നിരുന്നു. 1 ഡേ മീറ്റിംഗ് ആയിരുന്നു. അതിൽ ഞാൻ പോയിരുന്നു. അപ്പം അത് വല്ലാത്തൊരു നല്ലൊരു അനുഭവമായിരുന്നു. കാരണം നമുക്ക് ഒരു ഗെയിമിനെ അതൊരു ടാസ്ക് ആക്കിക്കൊണ്ട് നമുക്ക് തരികയും ആ ടാസ്ക് കൊണ്ട് നമുക്ക് എന്താണ് പിന്നെ അതിനകത്ത് നിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്, അതൊക്കെ അവർ ചോദിച്ചും അതൊക്കെ നമുക്ക് സാധാരണ ഒരു ക്ലാസ്സിൽ നമുക്ക് തരുന്നതിനേക്കാളും കൂടുതൽ അതിനകത്ത് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വലിയ ലീഡേഴ്സിൻ്റെ അവിടെ പിന്നെ ലെക്ചർ ഉണ്ടായിരുന്നു. അത് കേട്ടു. ലാസ്റ്റിൽ അവർ നമുക്കൊരു ടാസ്ക് വന്നിരുന്നു. ഇത് അവരുടെ ഗ്രൂപ്പ് ചുറ്റുമിരുന്നിട്ട് അവർക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ, നമുക്കൊരു 3 വർഷത്തിൽ എന്തെല്ലാം ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുമോ, ഓരോരുത്തരുടെയും ഗോൾ എന്താണ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതൊക്കെ നിങ്ങൾ പിന്നെ സെറ്റ് ചെയ്തിട്ട് വാന്ന് പറയും. അങ്ങനെ ഞങ്ങളെല്ലാം ഒരു വട്ടമേശയിൽ ഇരിക്കുന്ന ആ രൂപത്തിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഗോൾ സെറ്റ് ചെയ്തു. അപ്പം ഓരോരുത്തരും അവരവരുടെ ലീഡറോട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പം ഞാനിതുപോലെ പറയും, ഞാൻ സാറ് ഈ തട്ടേക്കാട് പോയതിൻ്റെ എനിക്കൊരു വളരെ ഒരു എനർജി ഉണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത എൻ്റെ ഫസ്റ്റ് നിശ്ചയം ബ്രോൺസ് ഡയറക്ടർ ആകും എന്നുള്ളൊരു ഞാൻ വാക്ക് കൊടുത്തവർക്ക്. ആ വാക്ക് എനിക്ക് പാലിക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് സാധിച്ചെടുത്തു. അതാണ് ഇന്ന് ഞാൻ ബ്രൗൺസിൽ എത്തിയത്. രണ്ടാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മെസ്സേജ് തരേണ്ട, എല്ലാവരും രാവിലത്തെ മീറ്റിംഗ് നമ്മുടെ എന്താ പറയുക, ഈ രാവിലെ തുടങ്ങുന്ന നമ്മുടെ
മെഡിറ്റേഷൻ വിടരുത്. അതുപോലെ തന്നെ ബാക്കി ആ സമയത്ത് അത് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് വരുന്നത്. നമ്മുടെ ഷായി സാറൊക്കെ ആണെങ്കിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ വളരെ രസകരമായി പറഞ്ഞു തരുന്നുണ്ട്. അതെല്ലാം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം അടുത്തൊരു മെസ്സേജാണ് എനിക്ക് തരാനുള്ളത്. അതായത് ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്ന ഇത് ഞാൻ എല്ലാവരും കൂടെ ഒന്ന് കഴിച്ച് കാണിച്ചു തരാം. കാരണം കാണാൻ പറ്റുമോ? ഇത് കാണാൻ പറ്റുമോ? എല്ലാവരും ഞാൻ എല്ലാവരും കഴിച്ച് കാണിക്കാൻ. ഇത് നമുക്ക് എത്ര കഴിച്ചാലും നമുക്ക് ഏതെല്ലാം ഇത് സപ്ലിമെന്റ്സ് ആണ്, മരുന്നല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത് നമുക്ക് ധൈര്യപൂർവ്വം കഴിക്കാം. ഇത് കഴിക്കുക. നമ്മുടെ ശരീരം എപ്പോഴും ഒരു ഊർജ്ജസ്വലതയോട്ടിരിക്കും. നമുക്ക് എന്ത് വർക്ക് ചെയ്യാൻ, എവിടെ പോകാനും. ഇപ്പൊ എന്റെ പ്രായത്തിനനുസരിച്ച് എനിക്ക് ഓടി നടക്കാനൊന്നും പറ്റത്തില്ല. എങ്കിലും ഇപ്പൊ ഞാൻ പിള്ളേരുടെ കൂട്ട് ഓടി നടക്കുകയാണ്. അപ്പം ഇതാണ് നമുക്ക് ഈ വെസ്റ്റേജിൽ നിന്ന് കിട്ടുന്ന വലിയ എനർജി. അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ സ്വപ്നങ്ങൾ, അതെല്ലാം പിന്നെ സഫലീകരിക്കാൻ പറ്റും. അത് ഞാൻ കഴിച്ചിട്ട് പറയാം. ഞാൻ കഴിച്ചു തീർന്നു. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതുവരെയും സഹിച്ചതും അതുപോലെ എനിക്ക് ഇത്രയും ഒരു എനർജി തരാനും നമ്മുടെ കൂടെ എൻ്റെ അപ്ലയൻസ് ആയ നമ്മുടെ രതീഷ് സാറ്, പിന്നെ ഭീമ മാഡം, നമ്മുടെ ഷംന മാഡം, മുന്താസ് മാഡം, പിന്നെ എൻ്റെ ഗ്രേറ്റ് മെൻറ്ററായ നമ്മുടെ ഷാജി മിത്തൽ സാറ്, അത് കഴിഞ്ഞിട്ട് ബിന്യൻ ടീമിൻ്റെ ഭരതേട്ടൻ, അതുപോലെ നമ്മുടെ വിമൽ സാറ്, നമ്മുടെ ജ്യോതിഷ് കുമാർ സാറ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒത്തിരിയുടെ പേരെടുത്ത് പറയാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും നിർത്തുന്നു. വിഷ് യു വെൽ. ദെൻ താങ്ക് യു. ഓവർ ടു നമ്മുടെ സുരേഷ് സാർ. താങ്ക് യു രാജു സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, വളരെ എന്താ പറയാ ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിച്ചു സാറ് കേട്ടോ. ശരിക്കും ഒരു എന്താ പറയാ നല്ല സംസാരം കേൾക്കാൻ നല്ല ഒരു ഇതായിരുന്നു. നല്ല ഭംഗിയായിട്ട് സംസാരിച്ചു. അതുകൂടാതെ കറക്റ്റായ പോയിന്റ് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ഞാൻ രാജു സാറിനെ പരിചയപ്പെടുത്തിയപ്പോ സ്ഥലം പറയാൻ മറന്നുപോയി കേട്ടോ. കൊല്ലം ജില്ലയിലെ കരുതങ്ങപ്പള്ളിയിലാണ് സാറിന്റെ സ്ഥലം. സാറ് പരിചയപ്പെടാൻ വിട്ടു പോയിരുന്നു. അപ്പോ സാറ് വളരെ നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അവര് എങ്ങനെയാണ് ലെവൽ അച്ചീവ് ചെയ്തെന്നും എങ്ങനെയാണ് ലക്ഷ്യത്തിലെത്താൻ പറ്റിയതെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ അവര് തുടർച്ചയായ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തായിരുന്നു. ഇതിന്റെ സിസ്റ്റം ഫോളോ ചെയ്തിരുന്നു. പറ്റുന്ന മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. ഡ്യൂട്ടി ആയപ്പോലും ഡ്യൂട്ടിയുടെ അവര് അപ്ലൈനും അവർ ഒന്നിച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോ അതുകൊണ്ടും അവർക്ക് വലിയൊരു സൗഭാഗ്യം തന്നെയാണത് അവരുടെ അല്ലെ. ഏത് സമയത്തും ചെയ്യാനുള്ളൊരു പെർമിഷനും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് രാജു സാർ. ഇനിയും വലിയ ഒരുപാട് പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ പിൻ ലെവൽ അച്ചീവ് ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ സിസ്റ്റവും അതിന്റെ സ്ട്രക്ചറും നമ്മുടെ സ്ട്രാറ്റജിയും ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം. അല്ലാതെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയ നിങ്ങളുടെ ഇതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോ ഒന്നുകൂടി ബിഗ് താങ്ക്സ് പറയുന്നു രാജു സാറിന്. പിന്നെ നമുക്കറിയാം സിസ്റ്റം സ്ട്രാറ്റജി എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്താ സംഭവം എന്ന് ഞാൻ പറയാം. ഇപ്പോ നമ്മുടെ ഓരോ ആൾക്കാരുടെ സ്ട്രക്ചർ വർക്കാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ മെയിനായിട്ട് നമുക്കൊരു മെന്റർ ഉണ്ടായിരിക്കണം. എന്താണ് മെന്റർ എന്ന് അറിയാലോ അല്ലെ. ഗുരു ഉണ്ടായിരിക്കണം. മിക്ക ആൾക്കാരും ഉണ്ടാവില്ല. മിക്ക ആൾക്കാരും ആലോചിക്കുന്നേ എന്നെ കൊണ്ടുപോകുന്ന ഒരാളില്ല ഇവിടെ. അപ്പൊ പിന്നെ എനിക്കാരും ഇല്ല മെന്റർ. അല്ല, നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള അപ്ലൈൻ ആരാണ് അവർ നിങ്ങൾ മെന്ററായി തിരഞ്ഞെടുക്കുക. ആരായിട്ടും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ മുകളിലുള്ളവരായിരിക്കാം, അതിന് മുകളിലായിരിക്കാം. ചിലപ്പോൾ ഷാജി സാർ വരെ ആയിരിക്കാം. ചിലപ്പോൾ ഇത് കാണുന്ന സുഷിത മേഡം ആയിരിക്കാം, ഭീമ മേഡം, ഇങ്ങനെ കുറെ വിനോദ് സാർ, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ അല്ലെ. ആരെങ്കിലും നിങ്ങൾ അപ്ലൈൻ്റെ ആരാ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരെ നിങ്ങൾക്ക് മെന്ററായിട്ട് തിരഞ്ഞെടുക്കാം. മസ്റ്റായിട്ട് നമുക്ക് 2026 വരെയാണ്. ആരെങ്കിലും മെന്ററെ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ തിരഞ്ഞെടുക്കുക. മെന്റർ പറയുന്നത് അനുസരിക്കണം കേട്ടോ. കാരണം നിങ്ങൾ പഠിപ്പിക്കാൻ വരികയല്ല, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം മെന്റർ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റം സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. അതുകൊണ്ട് പിന്നെ ഇവിടെ മെന്റർ എനിക്ക് ഷാജി സാറെ മെന്റർ എന്റെ മെന്റർ ഷാജി സാർ തന്നെയാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഷാജി സാർ പറഞ്ഞിരുന്നു. കാരണം ഷാജി സാറ് പറഞ്ഞു 1-2 മെന്റർ കൂടി മുകളിൽ കൂടി എനിക്ക് പരിചയപ്പെടുത്തുന്ന ആൾക്കാരെയാണ്. 2-3 ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ എന്റെ അപ്ലയൻസിനെയാണ്. ഞാൻ വേണ്ട സാറേ എനിക്കും ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലല്ല 3 പേരെ എന്താണ് 2-3 അപ്ലയൻസ് പരിചയപ്പെടുത്താന്ന് പറഞ്ഞു. എന്തിനാന്ന് വെച്ചപ്പോൾ പറഞ്ഞു സുരേഷിനെ കുറച്ച് ഒരു നെക്സ്റ്റ് ലെവലിലോട്ടൊക്കെ പോകുമ്പോൾ സുരേഷിന് കുറച്ച് നോളജ് കൂടി വരുമ്പോൾ ഷാജി ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നുള്ള ചിലപ്പോൾ സംശയം ഞാൻ പറഞ്ഞ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാതൊക്കെ വരാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വരാം സുരേഷിന്. ആ സമയത്ത് സുരേഷ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 അപ്ലൈൻസ് കൂടി നിങ്ങൾക്ക് നമ്പർ തരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ തീർച്ചയായിട്ടും
നമ്മൾക്ക് അപ്ലയൻസിനെ കുറെ പറയുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരാം. പക്ഷെ അത് നമ്മൾ തന്നെ തിരിച്ചറിയണം. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു, അപ്പൊ ഷാജി സാറിന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അത് നമ്മുടെ മെന്റർ ഉണ്ടായിരിക്കണം. പിന്നെ ഷാജി സാർ 1-2 അപ്ലയൻസിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, സുരേഷിനും കൂടിയിട്ട് അപ്ലയൻസിനോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സുരേഷ് ഒന്നുകൂടി ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് പിന്നെ എനിക്ക് എന്നെ ഇഷ്ടമല്ല, അടുത്ത അപ്ലൈൻ 2 അപ്ലൈൻ 3 അപ്ലൈന് ഇഷ്ടമില്ലെങ്കിൽ സുരേഷിനെ തന്നെ എന്തോ പ്രോബ്ലം എന്നുള്ളത് പറഞ്ഞിരുന്നു കേട്ടോ. അത് ഞാൻ കഴിഞ്ഞിട്ടും പറഞ്ഞിരുന്നു. അപ്പൊ അപ്ലയൻസിനെ അല്ലേ, തീർച്ചയായിട്ടും ഞാൻ ഷാജി സാറോട് പറഞ്ഞ കാര്യം, എനിക്ക് ഷാജി സാറിന് അപ്ലയൻസ് മതി, എനിക്ക് വേറെ നമ്പർ വേണ്ട, ഞാൻ അത് ഫോളോ ചെയ്യില്ല. കാരണം എനിക്കൊരു മെന്ററാണ്, ഞാൻ മെന്ററെ ഫോളോ ചെയ്യും. ഞാൻ സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ ജോയിൻ ചെയ്ത് 3.5 വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന മെന്ററാണ് ഷാജി സാറ്. അതുകൊണ്ട് എനിക്ക് സിസ്റ്റമാറ്റിക് തന്നെ എനിക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് യാതൊരു കുറവും വന്നിട്ടില്ല, നമ്മുടെ ടീമിനും കുറവ് വന്നിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ചിലപ്പോൾ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കുറെ എനർജറ്റിക് ആയിട്ടുള്ള അവർ കാണാം, വേറെ ടീമിന്റെ ആൾക്കാർ കാണാം, നമ്മുടെ മറ്റു ലീഡേഴ്സ് കാണാം. അപ്പൊ നമുക്ക് ചില സ്ട്രാറ്റജി വേറെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പോലും നമ്മുടെ മെന്ററെ വിട്ട് ചെയ്യരുത്. ഇപ്പൊ ഇന്ന് സംസാരിച്ച രാജു സാറ്, ഇപ്പൊ എന്റെയൊക്കെ സാറിന്റെ കംപ്ലൈന്റ് ഞാൻ വരും, പക്ഷെ ഞാൻ പറഞ്ഞ സാറ് ഫോളോ ചെയ്തില്ല. സാറിന് ഒരു മെന്റർ ഉണ്ടാവും, മനസ്സിലായില്ല? ഷാജി സാർ ആരാന്നില്ല, അവർ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഇടയ്ക്ക് വെച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഫോളോ ചെയ്താൽ നമ്മുടെ സ്ട്രാറ്റജിയിൽ വേരിയേഷൻ വലിയ ഇത് വരും, നമ്മൾ അവിടെ ഇവിടെ ഇല്ലാതായിപ്പോ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ സ്ട്രാറ്റജി, പിന്നെ സിസ്റ്റം, സ്ട്രക്ചർ എന്താ നിങ്ങൾ അപ്ലൈ പറയുന്നത് അതേ ഫോളോ ചെയ്ത് തന്നെ പോകണം. എന്നാൽ നമുക്ക് വളരെ വലിയ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ സക്സസ് ക്രിയേറ്റ് ചെയ്തവർക്ക് ഉള്ള ഒരു എക്സ്പീരിയൻസും അത് തന്നെയാണ്. അപ്പോൾ ഞാൻ സംസാരിച്ച് കുറച്ച് സമയം നീണ്ടുപോയി, ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഓരോ ആൾക്കും ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഉൾപ്പെടുത്തണം കേട്ടോ. ഓക്കെ. പിന്നെ ഇനിയിപ്പോ അടുത്തത് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന ആള് നമ്മുടെ പിന്നെ ഓർഗനൈസേഷനിലെ പിന്നെ ഞാൻ പരിചയപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ ഈ ഓർഗനൈസേഷൻ 1.5 വർഷം മുമ്പ് വന്ന ആളാണ്. ഓക്കെ. എങ്ങനെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാജി സാറിന്റെ ഓർഗനൈസേഷനിലെ ഒരു പിന്നെ ഒരു ഓർഗനൈസേഷനാണ് ഞാനായിട്ട് വരുമ്പോൾ എന്റെ ഒരു ഓർഗനൈസേഷനിൽ ഒരു പിന്നെ മെമ്പറാണ് ഭീമ മേഡം. ഭീമ മേഡത്തിന്റെ ഓർഗനൈസേഷനിലെ ഒരു മെമ്പറാണ് ഞാൻ അടുത്ത് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ഷംന മേഡം. ഷംന മേഡത്തിനെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ ഓരോ ആൾക്കാരുടെ ഇങ്ങനെ ബന്ധങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അല്ലേ, നമ്മൾ സാധാരണ പറയില്ല ആരാണ് ഇതെന്ന് ചോദിച്ചാൽ പരിചയപ്പെടുത്താം. അങ്ങനെ നമ്മൾ വീട്ടുകാരൊക്കെ അങ്ങനെയല്ലേ, അവന്റെ മകളുടെ മകളെ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമ്മള് ബന്ധങ്ങൾ പറയുമ്പോൾ അങ്ങനെയാ വരുന്നത്. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവരെയാണ് അടുത്തത് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. 1.5 വർഷം മുമ്പ് ഒരു ജോയിൻ ചെയ്തപ്പോൾ, കാരണം ഞാനൊക്കെ ഇത് വന്നിട്ട് പ്ലാൻ എടുക്കാനും പ്രസന്റേഷൻ ചെയ്യാനും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയ ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ്. ഇവർ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പ്ലാൻ പഠിക്കണം ഒക്കെ പറഞ്ഞ് പ്ലാൻ പഠിച്ച് MC പഠിക്കുന്നുണ്ട്. ഒരാഴ്ച കൊണ്ട് പ്ലാൻ പഠിക്കാൻ റെഡിയായി കഴിഞ്ഞു. എല്ലാം വളരെ എല്ലാം ഫാസ്റ്റ് ആയി ചെയ്യുന്നു. ഫസ്റ്റിങ് ഒരു ടീച്ചറാണ്. കാരണം ടീച്ചറൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ വളരെ പാടായിരിക്കും. കാരണം ടീച്ചർ അല്ലേ നമ്മുടെ ഇത് ടീച്ചർ പഠിപ്പിക്കുന്ന ആളാണ് എങ്ങനെയാ. പക്ഷെ നമ്മൾക്ക് അവിടെ മനസ്സിലായതെന്ന് വെച്ചാൽ ഇത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മുടെ അത്രയും താഴ്മൊഴി ഒന്ന് പഠിക്കാൻ റെഡിയായ ടീച്ചറാണ്. കാരണം നമ്മളിവിടെ പൊസിഷൻ ഒന്നുമല്ല. ഷാജി സാർ എല്ലാം മീറ്റിംഗ് പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ 0 ഒരു കുട്ടിയായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പഠിച്ചെടുക്കാം എന്നുള്ളത്. അതേ പൊസിഷനിലോട്ട് വന്ന ടീച്ചർ പഠിക്കാൻ റെഡിയായി. കാരണം എനിക്ക് അത്ഭുതമായി, കാരണം ടീച്ചർ വന്നിട്ട് ഒരു പഠിക്കാൻ. പക്ഷെ അതിന്റെ റിസൾട്ട് കണ്ടു തുടങ്ങിയിട്ടില്ലേ? റിസൾട്ട് എന്നാണ് ഇപ്പൊ ഫയറായി വന്നിരിക്കുന്നത്. കാരണം പിന്നെ ഷംനയോടും പിന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ കിട്ടുന്ന വരുമാനത്തിന്റെ അല്ലേ, നമ്മൾ കിട്ടുന്ന 3-4 ഇരട്ടി നമ്മൾ റിസൈൻ ചെയ്താൽ ജോലി റിസൈൻ ചെയ്യാം 3-4 ഇരട്ടി ആകുമ്പോഴേക്കും. കാരണം അത് സേഫ് ഇൻകത്തിലോട്ട് എത്തി. അപ്പൊ അത്രയ്ക്കും നല്ലൊരു ഇതാണ് ഷംന മേഡത്തിന് മനസ്സിലായത് കൊണ്ടാണ് ഈ ടോപ്പ് ടു എർത്ത്. ഷംന മേഡം അപ്പോഴെങ്ങനെയുണ്ട് അതേപോലെ അതേ ടോപ്പ് റെസ്പെക്ട് ഇപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് ഷംന മേഡത്തിന്റെ കൂടെ ഉള്ള ഓർഗനൈസേഷൻ ഒരുപാട് വലിയ ലീഡേഴ്സും അത് ഒരുപാട് ആൾക്കാരും വന്നിട്ടുണ്ട്. ഇതാണ് ഈ ബിസിനസിന്റെ ഇതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ടീച്ചർ സ്ഥലം ഞാൻ പറഞ്ഞില്ല, മലപ്പുറം വേങ്ങരയിലാണ് ടീച്ചർ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ കുറച്ച് വാക്കുകൾ കേൾക്കാം. കാരണം ഞാൻ ഇവരും കുറെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ പിന്നെ ഷംന ടീച്ചർ പറയാണ്, മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും എന്റെ സ്റ്റോക്ക് മൊത്തം സുരേഷ് സാർ പറഞ്ഞു തീർക്കണം, എനിക്കൊന്നും പറയാനുണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ. ഞാൻ അധികം പറയുന്നില്ല കേട്ടോ. ടീച്ചർക്കും കുറച്ച് സംസാരിക്കാനുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ മാസം ഗോൾഡ് ഡയറക്ടർ എന്ന പിൻ ലെവൽ അച്ചീവ് ചെയ്ത ഷംന ടീച്ചറെയാണ് നമുക്ക് കുറച്ച് എക്സ്പീരിയൻസും അതുപോലെ എങ്ങനെയാണ് റീച്ചായി അവര് ഒരുപാട് നമുക്കറിയാം. ഇതിൽ ഓരോ ആൾക്കാരും സക്സസ് ആവുന്നതിനും ഒരുപാട് ഫെയിലിയർ ഒരുപാട് കഷ്ടപ്പാടും ഒക്കെ വെച്ചാൽ വരുന്നത്. ഏത് വിൻ ചെയ്ത ആളും അല്ലെ, ഇതിൽ ഞാൻ എവിടെയോ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, നമ്മൾ കഷ്ടപ്പെടാൻ റെഡി ഇല്ലെങ്കിൽ കഷ്ടപ്പെട്ടവന്റെ താഴെ പണിയെടുക്കേണ്ടി വരും. അങ്ങനെ കഷ്ടപ്പെട്ട് അവന്റെ താഴെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത് അല്ലെ. അപ്പൊ ഉദ്ദേശം എനിക്ക് മനസ്സിലായിരുന്നു. കാരണം എന്റെ ഓണറൊക്കെ കഷ്ടപ്പെട്ടാണ് ഒരു കമ്പനി ഉണ്ടാക്കി, അതിലാണ് ഞാൻ ഇപ്പോഴും പണിയെടുക്കുന്നത്. പക്ഷെ പാർട്ട് ടൈം ഇവിടെ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ടീച്ചർ ജോലി കഴിഞ്ഞ് മിക്ക ടീച്ചർമാരുടെ അവസ്ഥ അറിയാലോ, വീട്ടിൽ പോയിട്ടും കുറെ പഠിക്കാനുണ്ടാവും, പഠിപ്പിക്കാനുണ്ടാവും, വീട്ടുകാര്യങ്ങളെല്ലാം ചെയ്യണം. അതും കഴിയുന്നുണ്ട്. അതുകൂടെ കല്യാണം അതൊക്കെ പോകണം. എല്ലാം കഴിഞ്ഞ് അതിനുള്ള ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് ഈ ഗോൾ ഡയറക്ടർ എന്ന പിന്റെ ഒരു അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ
അവരെ ദീർഘവീക്ഷണം തന്നെയാണ്, ലക്ഷ്യത്തിലേക്കുള്ള ഇത് തന്നെയാണ് കേട്ടോ. ഒരു ലക്ഷ്യം എഴുതി വെച്ചിട്ടുണ്ട്, അതിലേക്ക് അവർക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും. അപ്പൊ നമുക്ക് കൂടുതൽ സമയം കളയാതെ തന്നെ ഷംന മേഡത്തെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം. ഷംന മേഡം, വെൽക്കം. താങ്ക് യു സുരേഷ് സർ, താങ്ക് യു സോ മച്ച്. വളരെ വലിയൊരു പരിചയപ്പെടുത്തലായിരുന്നു. അപ്പൊ ഇതില് ഇന്ന് വരെ ഐഡിയ എടുത്ത് ജോയിൻ ചെയ്തവരുണ്ടാവും, എല്ലാവർക്കും എന്നെ അറിയാം. എങ്കിലും ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഷംന ഹുസൈൻ, ഫ്രം മലപ്പുറം വേങ്ങരയാണ്. ബൈ പ്രൊഫഷൻ ടീച്ചറാണ്. ഞാൻ 2024 ഏപ്രിൽ 1 ഞാൻ ഈ ഒരു വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തത്. കാരണം ഇതിന്റെ എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു വ്യക്തിയിലൂടെയാണ് ഈ ഒരു പ്രോജക്റ്റ് എനിക്ക് കിട്ടിയത്. പക്ഷെ ആ ഒരു വ്യക്തി ഒരു വട്ടമെങ്കിലും ഈ ഒരു പ്ലാൻ എന്നെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ആഴ്ച എന്റെ പുറകെ നടന്നതിന് ശേഷമാണ് ഒരു ദിവസം ഞാൻ പെട്ടെന്ന് കയറി പ്ലാൻ കേട്ടത്. അവരുടെ നിർബന്ധ പ്രകാരമാണ് ഞാൻ പ്ലാൻ കേട്ടിട്ടുള്ളത്. ആ പ്ലാൻ കേട്ട് നോക്കിയപ്പോൾ നമ്മളിന്ന് കണ്ടതിൽ വെച്ച് നമ്മുടെ ലൈഫിൽ ഏറ്റെടുക്കാവുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണ് എന്ന് ഞാൻ ഇതിനെ മനസ്സിലാക്കുകയും അതിനുശേഷം ശക്തമായിട്ടുള്ള ഒരു തീരുമാനം, ഇതോടൊപ്പം നിന്നാൽ എനിക്ക് വിജയിക്കാൻ പറ്റും, എന്റെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ പറ്റും എനിക്ക് മനസ്സിലായി. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിനെ എന്റെ ലൈഫായിട്ട് ഏറ്റെടുത്ത് ഞാൻ ഇതിനെ ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം എനിക്ക് ഫാമിലിയുടെ സപ്പോർട്ട് തന്നെയാണ് ഞാൻ ഇത്രയും പിടിച്ചു നിൽക്കാനും ഈ ഒരു ബിസിനസ് ചെയ്യാനുള്ള എന്റെ ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത് എന്റെ ഫാമിലിയിൽ നിന്നാണ്. നമുക്കൊക്കെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ട് ഇല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ തുടർന്ന് പോകാൻ നമുക്ക് സാധിക്കില്ല അല്ലെ. നമുക്ക് നമ്മുടെ ഫാമിലി സപ്പോർട്ട് വേണം. എന്തൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചാലും നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഫാമിലി സപ്പോർട്ടാണ്. അത് 100% എനിക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ തിരക്കിലും ഞാൻ എന്റെ ജോലിക്കിടയിലും എന്റെ ഫ്രീ ടൈം ഞാൻ മാക്സിമം ഇതിലേക്ക് സ്പെൻഡ് ചെയ്ത് ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഗോൾഡ് ഡയറക്ടർ എന്ന പൊസിഷൻ ഞാൻ അച്ചീവ് ചെയ്തു. ഞാൻ ബ്രോൺസ് ഡയറക്ടർ ആയത് 2020 ഒക്ടോബറിലാണ്. അതിനുശേഷം നവംബർ ഡിസംബറിൽ തന്നെ സിൽവർ ഡയറക്ടർ ആവാൻ എനിക്ക് സാധിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ സിൽവർ ഡയറക്ടർ ആയപ്പോൾ എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു വർഷം തികയുന്നതിന് മുമ്പേ അടുത്ത ലെവലിൽ എനിക്ക് അച്ചീവ് ചെയ്യണമെന്ന്. അതെനിക്കൊരു മനസ്സിൽ വലിയൊരു ആഗ്രഹമായിരുന്നു. അതേ ഡിസംബർ ആയപ്പോഴേക്കും എനിക്ക് ഗോൾഡ് ഡയറക്ടർ എന്ന പൊസിഷൻ എനിക്ക് എത്താൻ സാധിച്ചു. നമ്മളൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് നമ്മൾ എപ്പോഴും നമ്മൾ ഈ പ്ലാനിൽ പറയുന്നുണ്ട്, നമ്മൾ 6 വ്യക്തികളെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്താൽ അവർ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത വ്യക്തികളാണെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇൻകം മേടിക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ നമ്മളോട് പറയുന്നത് അല്ലെ. അപ്പൊ ഈ 6 വ്യക്തികളെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന വ്യക്തികൾ ആരായിരിക്കും? നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെയായിരിക്കും. അമ്മായിയും അമ്മാവനും നമ്മുടെ കസിനും അങ്ങനെയുള്ള ഒരുപാട് പേരായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടാവുക. അതുപോലെ തന്നെ എന്റെ മനസ്സിലും ഈ ഒരു 6 വ്യക്തികളെ കാര്യം പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചു, എന്റെ വീട്ടിലൊക്കെ ഒരു കല്യാണം എന്റെ കുടുംബത്ത് വെച്ചാൽ പുറത്തുനിന്നൊന്നും ആരെയും ആവശ്യമില്ല. 2 കല്യാണം കൂടാനുള്ള അത്രയും ആളുകള് എന്റെ ഫാമിലിയിൽ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിലിങ്ങനെ ഓർത്തു, ക്രൗൺ ഡയറക്ടർ ആവാൻ ഇത്രയും ലക്ഷം രൂപ മേടിക്കാൻ എനിക്ക് എന്റെ ഫാമിലിയോട് ഈ ഒരു പ്രൊജക്ട് ഒന്ന് കൈമാറിയാൽ അവർക്ക് അവർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവരെന്നോടൊപ്പം കൂടും എന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ എല്ലാവരോടും പറഞ്ഞു. പക്ഷേ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരാൾ പോലും എന്റെ ഫാമിലിയിൽ നിന്ന് ഒരാൾ പോലും ഈ ഒരു പ്രോജക്റ്റിൽ ഈ ഒരു ബിസിനസ്സിൽ എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ നമ്മൾ എത്ര വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിലും നമ്മൾ എത്ര ചേർത്ത് പിടിക്കുന്ന വ്യക്തിയാണെങ്കിലും നമ്മൾ ഇതുപോലെ ഒരു പ്രൊജക്ട് കൊടുക്കുമ്പോൾ ആരും നമ്മളോടൊപ്പം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മാക്സിമം നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെയാണോ ഈ ഒരു ബിസിനസ്സിലേക്ക് മാക്സിമം ഫാമിലിയെയും ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും അയൽവാസികളെയും നിങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു പ്രൊജക്ട് പുറത്തേക്കാണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ 100ൽ 100% നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നുണ്ടാകും. ഇപ്പൊ ഈ ഇടയ്ക്ക് എന്നെ ഒരു കല്യാണ ഫംഗ്ഷനിൽ വെച്ച് എന്റെ അമ്മാവന്റെ ഭാര്യ എന്നെ കാണുകയുണ്ടായി. അപ്പം അമ്മായി അമ്മാവനോട് പറയാ, നിങ്ങളെ മരുമോളെ എന്തൊക്കെയോ കമ്പനിയിൽ പോയി ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇനി എന്തൊക്കെ കേസും കൂട്ടാവും വരാന്ന് ദൈവം തമ്പുരാൻ എന്നെ അറിയുള്ളൂ എന്ന്. കാരണം അത് കമ്പനിയുടെ കുറ്റമല്ല, നമ്മുടെ കുറ്റമല്ല, അവരുടെ കാഴ്ചപ്പാടിന്റെ അവരുടെ ആ ഒരു ചിന്താഗതിയുടെ കുറ്റമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു കയറ് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് അല്ലെ. നമ്മൾ പെട്ടെന്ന് അവിടെ നെഗറ്റീവ് ആകും.
അപ്പൊ നമ്മൾ ചെയ്തു വെച്ച ഈ കാര്യങ്ങൾ നമുക്ക് പകുതിയാക്കി വെച്ചിട്ട് നമ്മൾ പിന്തിരിഞ്ഞ് ഓടാൻ നമുക്ക് തോന്നും. ഒരിക്കലും നമ്മൾ പിന്തിരിഞ്ഞ് ഓടരുത്. നമുക്കൊരു ആനേന്റെ ശക്തിയുണ്ട്. ആ ഒരു ശക്തി മുഴുവൻ എടുത്ത് നമ്മൾ മുന്നോട്ട് തന്നെ എപ്പോഴും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളെയൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യാതിരിക്കുക. അപ്പൊ നമ്മൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് പുറത്തേക്ക് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും വിജയിക്കാനും നമുക്കെല്ലാം വലിയൊരു സക്സസിൽ എത്താനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു വെസ്റ്റീജ് ബിസിനസ് എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം ചിന്തിക്കുക, നമുക്ക് വെസ്റ്റീജിന്റെ ഒരു മുദ്രാവാക്യം തന്നെ ആരോഗ്യത്തിലൂടെ സമ്പത്ത് എന്നാണ്. നമ്മൾ ആദ്യം ഈ ഒരു വെസ്റ്റീജ് ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം വലിയ പൊസിഷൻ അച്ചീവ് ചെയ്യണം. വരുമാനവും റിസൾട്ടും ഒന്നും നിങ്ങൾ ആഗ്രഹിക്കാതെ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ വെസ്റ്റീജ് മാറ്റിവെക്കുക. ഒന്നാമത്തെ കാര്യം, ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സമ്പാദിക്കുന്നത് നമുക്ക് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ വെസ്റ്റീജ് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ വെസ്റ്റീജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യത്തോടൊപ്പം സമ്പത്തും അതോടൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാകും. അങ്ങനെ നേടിയെടുക്കാൻ എനിക്ക് കഴിയണം എന്ന ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടി, ആ ഒരു ചിന്താഗതിയോടു കൂടിയാണ് ഞാനും ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എനിക്ക് നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ ജോലിയുണ്ട്, നമുക്ക് വരുമാനമുണ്ട്. പക്ഷേ നമ്മുടെ ആ ഇന്നത്തെ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നമ്മുടെ ബാക്കിയുള്ള സ്വപ്നങ്ങൾ, നമുക്ക് വീടുണ്ടാവാം, നമുക്ക് വാഹനം ഉണ്ടാവാം, അതൊക്കെ ഉണ്ടാവാം. പക്ഷെ എങ്കിലും നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും അല്ലെ? വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ കാറും വീടും ഒക്കെ ഉള്ള വ്യക്തികൾക്ക് ആഗ്രഹം ഉണ്ടാവും വിദേശ ടൂറൊന്ന് പോവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ വരുമാനത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഒരു വിദേശ ടൂർ പോകാൻ നമുക്ക് സാധിക്കില്ല. അത് അങ്ങനെ ആഗ്രഹിക്കുന്നവർ ചിലപ്പോൾ ഉണ്ടാകും. അപ്പോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ആഗ്രഹം എന്താണോ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഈ ബിസിനസ് നമ്മൾ ചെയ്യല് നിർബന്ധമാണ്. കാരണം ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സ്ട്രാ വരുമാനം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിലും നമ്മുടെ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലിയോടൊപ്പം ഒരു എക്സ്ട്രാ വരുമാനം ഇല്ലാതെ സാധിക്കില്ല. നമ്മൾ ചെയ്യുന്ന ജോലിയുടെ വരുമാനം നമുക്ക് എപ്പോഴാണ് നമുക്ക് ഒരു വർധനം ഉണ്ടാവുക? 1-2 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 500-1000 രൂപ കൂടി വരിക എന്നല്ലാണ്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ മറ്റുള്ള ആഗ്രഹങ്ങളൊന്നും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ അതൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കും നേടുന്നുണ്ടാവുക? ബാങ്ക് ലോണൊക്കെ ആയിരിക്കാം, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കാം നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വലിയ സ്വപ്നങ്ങളും ഒക്കെ നമ്മൾ നേടുന്നുണ്ടാവുക. അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത്, നമ്മുടെ വെസ്റ്റീജില് നമുക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എപ്പോഴും ഒരു മത്സര പരിപാടി, എവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ ഒരു എതിർ ടീം ഉണ്ടാവും അല്ലെ മത്സരിക്കാൻ. ഇവിടെ എതിർ ടീം ഇല്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മളോട് തന്നെ മത്സരിക്കുക. കാരണം നമ്മുടെ മടിയോട്, നമ്മളെ നെഗറ്റീവ് ചിന്തകളോടെ, നമ്മൾ കംഫർട്ട് സോണിനോടെ ഒക്കെ നമ്മൾ ഒരു ദയയും ഇല്ലാതെ നമ്മൾ മത്സരിച്ച് മുന്നോട്ട് പോകുക. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മൾ മെന്ററിങ് ചെയ്യാൻ നമുക്കിവിടെ അപ്ലൈന് യാതൊരു പഞ്ചവും ഇല്ല എന്നുള്ളതാ. നമുക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് തരാനും നമ്മുടെ മുന്നോട്ട് നയിക്കാനും നമ്മുടെ കൈകൾ ഉയർത്താനും നമുക്കിവിടെ ഒരുപാട് അപ്ലൈൻസ് ഉള്ള ഒരു ഓർഗനൈസേഷനാണ് നമ്മുടെ ഷാജി മുത്തേൽ സാറിന്റെ ഓർഗനൈസേഷൻ. ഇപ്പോ എന്നെ ഇത്രത്തോളം എത്തിച്ചത് ഒന്ന് ഷാജി മുത്തേൽ സാർ, അതുപോലെ സുരേഷ് സാർ, അശ്വതി മാം, ഭീമ മാം, ഇവരോടൊക്കെ എത്ര പറഞ്ഞാലും തീരാത്ത നന്ദികൾ എനിക്കുണ്ട്. നമ്മളെ എത്ര മുന്നോട്ട് പോകുന്നതിനനുസരിച്ചും എത്രത്തോളം നമ്മൾ താഴാൻ പറ്റുമോ അത്രത്തോളം അവർക്ക് മുമ്പിൽ നമ്മൾ താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. അപ്പൊ ഇന്നും ഇന്നലെയും ജോയിൻ ചെയ്തവരൊക്കെ ഇതിൽ വന്നിട്ടുണ്ടാവും. എങ്ങനെയാണ് ഇതിൽ മുന്നോട്ട് പോവുക എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെ? അപ്പം നിങ്ങൾക്ക് എല്ലാവരോടും നമ്മുടെ പ്ലാൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഷോപ്പ് ഒന്ന് മാറ്റിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെ പോലെയൊക്കെ ഇന്ന് വന്നൊരു വ്യക്തി ഇതിലുണ്ടെങ്കിൽ ഞാൻ പറയാ, നിങ്ങളെ പോലെയൊക്കെ തന്നെ 1.5 വർഷം മുമ്പ് നിങ്ങൾ എങ്ങനെയാണോ പ്ലാൻ കേട്ടത് അതുപോലെ തന്നെ പ്ലാൻ കേട്ട് ഈ ഒരു പ്രൊജക്ട് എന്റെ ലൈഫായിട്ട് ഏറ്റെടുത്തതാണ്. അതിനുശേഷം നമ്മുടെ ഷോപ്പ് ഒന്ന് മാറ്റുക എന്ന ആ ഒരു ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിലൂടെയാണ് ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും, നമ്മുടെ ഷോപ്പ് മാറ്റി നമുക്ക് ആവശ്യമുള്ള ഒട്ടനവധി പ്രോഡക്റ്റുകൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നുണ്ട്, നമുക്കൊരു ലാഭവും ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസക്കുറവ് ഉണ്ടായിരിക്കാം. ഞാനും ഈ ഒരു പ്രോജക്റ്റിലേക്ക് കണക്ട് ആയപ്പോൾ എനിക്കും ഈ ഒരു പ്രൊജക്ട് വേണം, എനിക്ക് ക്യാഷ് വേണം, പക്ഷേ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഹെൽത്തിലേക്കൊന്നും വാങ്ങിയിട്ടല്ല, വീട് അടിക്കുന്നതും കഴുകുന്നതും വസ്ത്രം കഴുകുന്നതും അങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഓരോരുത്തരും ഈ ഒരു റിസൾട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്കും തോന്നി ഇതിലെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചാൽ നല്ലൊരു ആരോഗ്യം തിരിച്ചു കിട്ടുമെന്ന് തോന്നി. ഞാൻ ജന്മന എനിക്ക് മുഖത്ത് ഒരുപാട് ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സർജറി ഒക്കെ കഴിഞ്ഞതാണ്. 18ാമത്തെ വയസ്സിലാണ് എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മാക്സിലോ ഫേഷ്യൽ സർജറി എന്ന വലിയൊരു സർജറി എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. 2 സർജറി ഒരുമിച്ചായിരുന്നു. പക്ഷെ എനിക്കൊരു ജലദോഷം വരാൻ പാടില്ല, ഒരു പൊടി തട്ടാൻ പാടില്ല, ഒരു വെയിൽ തട്ടാൻ പാടില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിരുന്നു. അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പെട്ടെന്ന് ജലദോഷം വരുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. ആ ജലദോഷം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നാട്ടിലുള്ള ഡോക്ടർമാരെ കണ്ടാലോ, അതുപോലെ നമ്മളെ വീട്ടില് നമ്മള് പിന്നെ ഹോം റെമഡീസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അല്ലെ, ഒരു ജലദോഷം വരുമ്പോ. അങ്ങനെയൊന്നും കഴിച്ചാൽ എന്റെ ജലദോഷം കൂടുക എന്നല്ലാണ്ട് ഒരിക്കലും കുറയില്ല. എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ 2 മാസം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് കണക്ട് ആയതിനു ശേഷം ഞാൻ എന്റെ ലൈഫായിട്ട് ഏറ്റെടുത്ത് ഉപയോഗിച്ച 2 പ്രോഡക്റ്റുകളാണ് അംലയും പഞ്ചതുളസിയും. എനിക്ക് എന്തെങ്കിലും അതിന്റെ ഒരു സിഗ്നല് എന്റെ ശരീരത്തിൽ ജലദോഷം വരുന്നുണ്ട്, പൊടി തട്ടി അലർജി ഉണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ അംലയും പഞ്ചതുളസിയും എന്റെ ലൈഫായിട്ട് തന്നെ ഏറ്റെടുത്ത് എന്റെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയത് കൊണ്ട് എനിക്ക് എറണാകുളം മാസം കൂടുമ്പോൾ പോക്ക് ഒഴിവാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം എനിക്ക് ഈ വെസ്റ്റീജിൽ വന്നിട്ട് കിട്ടിയ ഒരു റിസൾട്ട് അത് തന്നെയാണ്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് പിന്നെ ബാക്കിയുള്ള സപ്ലിമെന്റുകളെല്ലാം ഞാൻ വാങ്ങി ഉപയോഗിച്ച് തുടങ്ങിയത്. പിന്നെയും എനിക്ക് ഈ 2 മാസം മുമ്പേ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഞാൻ സപ്ലിമെന്റിലേക്ക് വരാൻ ഏത് സപ്ലിമെന്റ് ഉപയോഗിക്കണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോഴും ഞാൻ നമ്മുടെ വിനോദ് സാറിനോടും അതുപോലെ അശ്വിനി മാഡത്തിനോടും എല്ലാവരോടും ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഏത് സപ്ലിമെന്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അവര് പറഞ്ഞ പ്രകാരം സപ്ലിമെന്റ് ഉപയോഗിച്ചപ്പോ വീണ്ടും എനിക്ക് എന്റെ ആരോഗ്യം വീണ്ടും എനിക്ക് തിരിച്ചു കിട്ടി. അങ്ങനെ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണോ നമ്മുടെ ശരീരത്തിന് വരുന്നത്, ആ ഒരു ബുദ്ധിമുട്ടിനുള്ള സപ്ലിമെന്റ് എന്താണോ അത് നമ്മൾ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനോട് ചോദിച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രോഗാവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. അപ്പൊ 100% നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ പ്രോഡക്റ്റുകളെയാണ്. നമ്മുടെ ഈ ബിസിനസിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് വെസ്റ്റീജിലെ പ്രോഡക്റ്റുകൾ തന്നെയാണ്. വെസ്റ്റീജിലെ പ്രോഡക്റ്റുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതും. ആരും വിട്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് ഒരു പ്രൊഫഷനായിട്ട് നിങ്ങളുടെ പ്രൊഫഷനായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഇതിൽ ഉണ്ടാവും അല്ലെ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ടീച്ചർ ആയതുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്താം. ഞാൻ മീറ്റിങ്ങുകളൊക്കെ വെക്കുമ്പോൾ പല പേരൻസും നമ്മളോട് വന്ന് പറയാറുണ്ട്, നമുക്കേ പഠിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല, പഠിച്ചിട്ടും ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ തോന്നാറുണ്ട്, ഇത് നമ്മള് ഈ വെസ്റ്റീജ് എന്ന് പറയുന്നത് അങ്ങനെ വിഷമം പറയുന്ന, എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല, പഠിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടാണ് ഇരിക്കാനാണ് താല്പര്യം എന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ട്. കാരണം നമുക്ക് 0 ഇൻവെസ്റ്റ്മെന്റില് നമുക്ക് എന്താ പറയാ, ഇതൊരു പ്രൊഫഷനാണ്. ഇത് നമ്മളൊരു പ്രൊഫഷനായിട്ട് നമ്മൾ ഏറ്റെടുക്കുക. ഈ ഒരു വെസ്റ്റീജ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ നമുക്ക് പഠിച്ചാൽ തീരാത്ത അത്രയും ഇതിൽ പഠിക്കാനുണ്ട് എന്നുള്ളതാ. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെസ്റ്റീജ് നിങ്ങൾ ഒരു കോഴ്സ് ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് പഠനം പൂർത്തിയാക്കി ആ പൂർത്തിയാക്കുന്ന പഠനത്തോടൊപ്പം തന്നെ ഒരു വലിയൊരു വരുമാനത്തിലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടാകും. അപ്പൊ വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, വിദ്യാഭ്യാസം പാതി വഴിയിൽ മുടങ്ങിപ്പോയി ഇന്ന് വീട്ടമ്മയായി ഒതുങ്ങിക്കൂടേണ്ടി വന്നുവെങ്കിൽ നിങ്ങൾ വീട്ടമ്മയായിരിക്കെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളത് വലിയൊരു പ്രൊഫഷൻ കൂടിയാണ്. ആ ഒരു പ്രൊഫഷനെ നിങ്ങളെ ഹൃദയത്തോട് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ജോലിക്ക് നിങ്ങൾക്ക് പോവേണ്ട ആവശ്യമില്ല. ഒരു ഡോക്ടേഴ്സിനും ഒരു എഞ്ചിനീയേഴ്സിനും ഒരു ടീച്ചേഴ്സിനും കിട്ടാത്ത അത്രയും വരുമാനം ഈ ഒരു വെസ്റ്റീജിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. അപ്പൊ നമ്മള് ഇതിൽ വെസ്റ്റീജിൽ ഒരു സിസ്റ്റം ഉണ്ട്. ആ ഒരു സിസ്റ്റം 100% നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വലിയൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഞാൻ എപ്പോഴും എന്റെ കുട്ടികളോട് പറയുന്നത്, കോപ്പി അടിക്കരുത്, കോപ്പി അടിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് തരില്ല എന്നാണ്. പക്ഷെ എങ്കിൽ എന്റെ ടീം സ്റ്റാർ മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് 100% നിങ്ങൾ കോപ്പി അടിച്ചോളൂ. കോപ്പി അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ വെസ്റ്റീജ് ബിസിനസ്സും ആ ഒരു ഫീൽഡും തമ്മിലുള്ള ഒരു ഡിഫറൻറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ അവിടെ പറയുന്ന വാക്ക് കോപ്പി അടിക്കരുത്, കോപ്പി അടിച്ചാൽ അടി കിട്ടുമെന്നാണ്. എങ്കിൽ ഇവിടെ എൻ്റെ ടീം മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ എന്താണോ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ കോപ്പി അടിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ 100% അത് കോപ്പി അടിച്ചത് കൊണ്ട് തന്നെയാണ് എനിക്ക് എത്രയും പെട്ടെന്ന്, എനിക്ക് മെല്ലെ പോകുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. നമ്മൾ
നമ്മളൊരു വലിയൊരു ബിസിനസ്, ചെറിയൊരു ബിസിനസ്സുമായിട്ടല്ല നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്, വലിയൊരു ബിസിനസ്സുമായിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും നമ്മളത് പതിയെ പതിയെ പോവാതെ അതിന്റെ സിസ്റ്റം 100% ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ പാകിയിട്ടുള്ള അടിത്തറ അത് ശക്തമാണെങ്കിൽ അത് മുകളിലേക്ക് കെട്ടിപ്പടുക്കാൻ, അതിനെ നിലനിർത്താനുള്ള ശക്തി അതിനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുക. നമുക്ക് ആ ഒരു കെട്ടിടം പണിയണമെങ്കിൽ താഴെ അടിത്തറ ശക്തമായിരിക്കണം അല്ലെ, മേലേക്ക് കെട്ടിപ്പടുക്കണമെങ്കിൽ. അപ്പൊ നമ്മുടെ അടിത്തറ ശക്തമാണെങ്കിൽ മാത്രം നമ്മൾ മുകളിലേക്ക് കെട്ടിപ്പടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് എവിടെയും നമുക്ക് പിന്നീട് ഒരു പരാജയം നമുക്ക് വരുന്നുണ്ടാവില്ല. നമ്മുടെ ബിസിനസ്സിന് അത്രയും ശക്തി ഉണ്ടായിരിക്കും. അപ്പൊ അതുപോലെ നമ്മുടെ ഈ ഒരു ടീം ബിൽഡ് ചെയ്തിട്ട് നമ്മുടെ ടീമിനെ കെയർ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കും എനിക്കും ഇന്ന് ഇവിടെ ജോയിൻ ചെയ്ത വ്യക്തിക്ക് പോലും വിജയിക്കാൻ തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു ബിസിനസ്സുമായിട്ടാണ് നമ്മൾ എല്ലാവരും കണക്ട് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ 2025 ലാസ്റ്റ് ഫാമിലി മീറ്റ് ആണിത്. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഇനി 2026 നിങ്ങളുടെ വർഷമാക്കി, എന്റെ വർഷമാക്കി, ഇതിൽ ഓരോ ലീഡേഴ്സിന്റെയും വർഷമാക്കി തീർക്കണമെന്ന് എല്ലാവരോടും ഞാൻ പറയുകയാണ്. ഇന്ന് തന്നെ നിങ്ങൾ എഴുതി വെക്കുക, 2025 ഡിസംബർ ആകുമ്പോഴേക്കും നിങ്ങൾ ഏത് പൊസിഷനിൽ എത്തണം, നിങ്ങൾ എന്താവണം, നിങ്ങൾ എത്ര വരുമാനം മേടിക്കുന്നവരാവണം എന്ന ഒരു ലക്ഷ്യബോധം നിങ്ങൾക്ക്, ഒരു ലക്ഷ്യം, ഒരു ഉദ്ദേശം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത വർഷം ഇതേ സമയത്ത് ഇതേ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ഒരുപാട് ക്രൗണും ഒരുപാട് സ്റ്റാറും ഒരുപാട് പിന്നെ ഗോൾഡും ഡയമണ്ടും എല്ലാം ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി തീർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. അപ്പോ എല്ലാവർക്കും പിന്നെ നല്ലൊരു ദിവസം അതുപോലെ നല്ലൊരു വർഷം എല്ലാം ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു. താങ്ക് യു ഷംന ടീച്ചർ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരുന്നു ടീച്ചറിന്റെ. കാരണം ടീച്ചറിന്റെ എന്തേലും ഒരു സെഷൻ കഴിയുമ്പോൾ നമ്മൾക്ക് എന്തേലും ഒരു പോയിന്റ് കിട്ടും അല്ലെ. പിന്നെ അതുപോലെ ഒരു പോയിന്റുകളും കൊണ്ടായിരിക്കും ടീച്ചർ സംസാരിക്കുക. അതായത് അപ്ലൈനെ കോപ്പി ചെയ്യുക അല്ലെ. സ്കൂളിൽ കോപ്പി അടിക്കരുത്, ഇവിടെ അപ്ലൈന് കോപ്പി അടിക്കണം. അതൊക്കെ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ചില പോയിന്റുകളാണ് അല്ലെ. നമ്മൾ ഓരോ സ്പീച്ചിലും അതുപോലെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കുക, അത് ഫോളോ ചെയ്യും ആൾക്കാർ. അപ്പൊ ടീച്ചർക്ക് അത് കുട്ടികളെ പഠിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മളോടും പറഞ്ഞു തന്നു. അത് വലിയ താങ്ക്സ്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ യൂട്ടിലൈസ് ചെയ്യുന്നത് അത് ടീച്ചർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ ബേസിക്കിലും സ്റ്റാർട്ട് ചെയ്യണം പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ. ഇപ്പൊ പല ആൾക്കാർക്കും പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ് ഡോക്ടറോട് കാണിക്കാതെ ഉപയോഗിക്കാൻ. തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം വാങ്ങിയിട്ട് ഡോക്ടറോട് കാണിച്ചോളൂ, കാണിച്ചിട്ട് ചോദിച്ചിട്ട് ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. ഡോക്ടർ ഉപയോഗിക്കേണ്ടെന്ന് പറയില്ല. ഫുഡ് സപ്ലിമെന്റ് ഇപ്പോൾ മിക്ക ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഫുഡ് സപ്ലിമെന്റ് ഡോക്ടർ എഴുതി കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഫുഡ് സപ്ലിമെന്റ് എല്ലാവരും യൂട്ടിലൈസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനും പിന്നെ പുതിയ ആൾക്കാർ ഇതിലുണ്ടെങ്കിൽ ഞാനും പുതിയ ആൾക്കാരെ പോലെ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഞാൻ പുതുതായപ്പോൾ ടോയ്ലറ്റ് ക്ലീനറും ഫ്ലോർ ക്ലീനറും അകത്തേക്ക് പുറത്തേക്കുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ. കഴിക്കാൻ പറ്റുന്ന ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ വെസ്റ്റിജിന്റെ 100% യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ട്. നമ്മളെല്ലാവരും അതൊരു മാറണം കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് ചിന്തിക്കാനും മൂവ് ചെയ്യാനും പറ്റും. അടുത്ത ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോറി നീതു മാഡം, ഇത് നെറ്റ് ഓക്കെ അല്ലേ? നെറ്റ്വർക്ക് ഓക്കെ അല്ലേ? നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞിരുന്നു. ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞിരുന്നു, അതാണ് ചോദിച്ചത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യം അവർ വിളിച്ചില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. അപ്പോ പിന്നെ കുഴപ്പമില്ല. പിന്നെ അടുത്ത നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ടീമിലെ പിന്നെ ബ്രോൺസ് ഡയറക്ടർ ഈ മാസം അച്ചീവ് ചെയ്ത നീതു മേഡത്തിനാണ്. നമുക്കറിയാലോ, നമ്മളിപ്പോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ ആൾക്കാരും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് തീർച്ചയായിട്ടും അല്ലേ. പിന്നെ ഞാന് അമ്മയുടെയൊക്കെ പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു, നമുക്ക് പിന്നെ വീട്ടിലെ പണിയല്ലേ ഉള്ളൂ, വേറെ പണിയില്ലെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അതിന്റെ കഷ്ടപ്പാട് അറിയണമെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ചപ്പോഴേ അറിയുള്ളൂ അല്ലെ. കല്യാണം കഴിച്ചതിന് ശേഷം അതൊക്കെ എന്താ വീട്ടുപണിന്ന് മനസ്സിലായത്. കാരണം വൈഫ് ചെയ്യുന്ന കാണുമ്പോഴും ഒക്കെയാണ് നമുക്കത് മനസ്സിലായത്. അപ്പോ ഞാൻ പിന്നെ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയത്തില്ലേ അല്ലെ, അതിൻ്റെതായ സമയമുണ്ട്. അപ്പോ പിന്നെ ഞാൻ അടുത്ത് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ട്രെസ്, എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും അതും തരണം ചെയ്തുകൊണ്ട്
നമ്മുടെ പിന്നെ ബിസിനസ് കൊണ്ടുപോകൂ എന്നുള്ള തീരുമാനം എടുത്തൊരു വ്യക്തിത്വത്തിൽ കൂടെ തന്നെയാണ് അല്ലെ. ചിലപ്പോൾ പിന്നെ പറഞ്ഞില്ലേ നമ്മള് കുന്നുകളും മലകളും ഒക്കെ കയറി പോകുന്നതിന് ചിലപ്പോൾ സ്റ്റക്ക് ആവാം, ചിലർക്ക് താഴെ പോവാം. പക്ഷെ എന്നാലും പിന്നെ എന്താ പറയാ മെന്ററോട് കാര്യങ്ങൾ സംസാരിക്കും അല്ലെ. എന്നോട് സംസാരിക്കാറുണ്ട്. മെന്ററോട് സംസാരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് മൂവ് പിന്നെ ചെയ്തുകൊണ്ടിരുന്ന നീതു മേഡത്തെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നമുക്ക് ഓരോ ആൾക്കാർക്കും വേണ്ടി നമ്മൾ പുതിയ ആൾക്കാർ ഒരുപാട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊക്കെ പ്രസന്റേഷൻ എടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. മിക്ക ദിവസങ്ങളും പ്രസന്റേഷൻ എടുക്കുന്നതിനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ ഇപ്പോൾ ഏത് ഓർഗനൈസേഷനോ ആരോ ഓർഗനൈസേഷനൊന്നും ഇല്ല, എല്ലാവർക്കും വേണ്ടിയിട്ട് പൊതുവായിട്ടുള്ള ഇതിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളെ കൂടിയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾക്ക് ഇന്ന് കേൾക്കാം കേട്ടോ. അപ്പൊ ഞാൻ നീതു മാഡത്തിനെ നമ്മുടെ വേദിയിലോട്ട് എല്ലാവർക്കും വേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എന്നെ വളരെ മനോഹരമായിട്ട് സാർ എന്നെ ഇൻവൈറ്റ് ചെയ്തു. എന്റെ പേര് നീതു. ഞാൻ പാലക്കാട് മണ്ണാർക്കാട് നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. എന്താ പറയാ, നമ്മുടെ രണ്ട് ലീഡേഴ്സ് ഓൾറെഡി നമ്മളോട് സംസാരിച്ചു, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നമ്മളുടെ കയ്യിലേക്ക് കിട്ടിയത് ദൈവാനുഗ്രഹം നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി. പക്ഷേ ഷംന ടീച്ചർ ഒരു വാക്ക് നമ്മളോടിപ്പം പറഞ്ഞു. ടീച്ചർക്ക് മെല്ലെ പോവാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. ടീച്ചർ ഫാസ്റ്റ് ആയിട്ട്, എനിക്കറിയാം ടീച്ചർ വന്ന സമയത്ത് ആ സമയത്തും ഞാൻ ആക്റ്റീവായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഞാൻ ഒത്തിരി എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്, എനിക്ക് ഈ ഒരു പിൻ ലെവൽ, ഈ ഒരു ബ്രോൺസ് ഡയറക്ടർ എന്ന ഒരു പിൻ ലെവൽ വളരെ വൈകി കിട്ടിയ ഒരു സമ്മാനമാണ് എനിക്ക്. കാരണം ഞാൻ കൂടുതലായിട്ട് എൻ്റെ ഇമോഷൻസും അതുപോലെ എൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, അതായത് എൻ്റെ ഇമോഷൻസിന് മാത്രം പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരിക്കലും നെഗറ്റീവായിട്ട് ഒരു നെഗറ്റീവ് നിങ്ങളുടെ മുന്നിലേക്ക് പാസ് ചെയ്യല്ല. എൻ്റെ അപ്ലൈൻ ആയിട്ടുള്ള ഷാജി സാറിനും സുരേഷ് സാറിനൊക്കെ ഞാൻ എന്താണെന്ന് അറിയാം. ഒട്ടും എന്താ പറയാ, നേരത്തെ ഒക്കെ നിങ്ങൾക്ക് പുതിയ ലീഡേഴ്സിന് ചിലപ്പോൾ അറിയണ്ടാവില്ല. ഒരു ഡോക്ടർ സോഫിയ മാഡം നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്നു. അപ്പം മാഡം ഇപ്പോഴും ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ തിരക്ക് കാരണം മീറ്റിങ്ങിൽ വരാറില്ല. അപ്പൊ ആ മാഡം എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റീജിലെ എല്ലാ ഓഫറുകളും എന്ത് വന്നാലും എല്ലാ ഓഫറുകളും മാഡം എടുക്കുമായിരുന്നു. അപ്പോ ആ സമയത്ത് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, അവരൊക്കെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികള്, ഞാൻ ബാക്ക് ബെഞ്ചിലാണ് എന്ന്. പക്ഷെ അതെന്റെ തെറ്റായിട്ടുള്ള ഒരു ധാരണയായിരുന്നു. അതായത് നമ്മളെ സ്വയം എന്താ പറയാ, നമ്മളെല്ലാം പവർഫുൾ ആണ്. നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ നമ്മളെ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മുടെ അപ്ലൈൻ പറയണത് എന്താണോ അത് നമുക്ക് എപ്പോഴും ഒരു ദോഷത്തിനായിട്ട് അവർ ഒരിക്കലും ഒന്നും നമുക്ക് പറഞ്ഞു തരുന്നില്ല. എല്ലാം നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരിക. അപ്പൊ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, അന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ്. അവര് ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടി, ഞാൻ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടി എന്ന് ഞാൻ അന്ന് ചിന്തിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു നേട്ടം ഇത്രയും വൈകി കിട്ടിയത്. കാരണം അന്ന് ഞാൻ എന്താ പറയാ, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് ഷായി സാറൊക്കെ എന്റെ മെസ്സേജസിന് റിപ്ലൈ പോലും തരാത്ത, കാരണം ഫുള്ള് നെഗറ്റീവാണ് പാസ് ചെയ്യുന്നത് മൊത്തം, അങ്ങനെയാണ്. അപ്പോ നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മൾക്ക് നല്ലതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം. അത് നമ്മളുടെ ആരോഗ്യപരമായാലും. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് വളരെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു. എന്നെ ഷംന മാഡം, നമ്മുടെ ഷംന ടീച്ചർ അല്ല, എന്നെ ഇന്ന് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തി ഷംന, അവരിന്ന് ഈ ബിസിനസ്സിൽ ഇല്ല. അവര് അന്ന് കല്യാണം കഴിയാത്തൊരു കുട്ടിയായിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ആയപ്പോ അവർ വീട്ടിൽ നിൽക്കുന്നതാണ്. അപ്പൊ എന്നെ ഒട്ടും പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് ഫസ്റ്റ് എന്റെ കയ്യിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടു തന്നത്. അപ്പൊ ഞാൻ അവരോട് ആദ്യം ചോദിച്ചു, ശരിയാണ്, എല്ലാത്തിനും അതിൻ്റെതായ നല്ല ടൈമുണ്ട്. അപ്പൊ അവരോട് ഞാൻ അന്ന് ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, വെസ്റ്റീജ് ആണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ റിജക്ട് ചെയ്തു. കാരണം എനിക്കറിയാവുന്ന വെസ്റ്റീജ് എന്ന് പറഞ്ഞാൽ എന്റെ ഇവിടെ വീടിന്റെ അടുത്ത് കുറെ ആൾക്കാർ വെസ്റ്റീജ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവര് ഇന്ന് തൃശ്ശൂരാണെങ്കിലും നാളെ തിരുവനന്തപുരത്താണ്, പിന്നെ മറ്റന്നാള് വേറെ സ്ഥലത്തായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു കുട്ടി, എനിക്കറിയാം എന്താണ് ഈ വെസ്റ്റീജ് എന്ന് എനിക്കറിയാം. എനിക്ക് ബാഗും തൂക്കി നടക്കാൻ ഒട്ടും താല്പര്യമില്ല. അതുപോലെ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. എനിക്ക് 3 മക്കളുണ്ട്. അപ്പൊ നിങ്ങള്
വെസ്റ്റീജ് എന്താന്ന് എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ തെറ്റായ രീതിയിലാണ് ഇതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടാവാം, ചെയ്യാതിരിക്കുന്നുണ്ടാവാം, പക്ഷെ അവർ ചെയ്യുന്ന മെത്തേഡ് ശരിയല്ല, അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല, നിങ്ങൾക്ക് പിന്നീട് അത് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം എനിക്ക് വേറൊരു നമ്പറിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. എന്റെ പേര് ഷാജി എന്നാണ്, നീ ഇതുവല്ലേ, എനിക്ക് ഷംന മെസ്സേജ് നമ്പർ തന്നതാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആകെ ടെൻഷൻ അടിച്ചു. കാരണം ഞാനൊരു യൂട്യൂബിൽ പോയിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ, അപ്പൊ ഇങ്ങനെ യൂട്യൂബൊക്കെ ഇങ്ങനെ കുറെ നോക്കിയിട്ട് ഓൺലൈൻ ബിസിനസ് ഒക്കെ നോക്കി ഏതോ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താണ്. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്ത പിന്നെ എന്റെ ഈ ഫോൺ നമ്പർ എവിടേക്കാണോ പോയിരിക്കുന്നത്, ആരുടെ കയ്യിലൊക്കെയാണോ കിട്ടിയിരിക്കുന്നത്, അങ്ങനെ ഒരു ടെൻഷനൊക്കെ ആയി. അപ്പൊ അങ്ങനെ അന്ന് ഷാജി സാറുമായിട്ട് സംസാരിച്ചു. സാറ് വളരെ പോസിറ്റീവായിട്ട് അന്ന് ഭയങ്കര എനിക്ക് ഒരു അരമണിക്കൂറിനുള്ളില് അവര് ചെയ്യുന്നതല്ല വെസ്റ്റീജ് എന്ന്, ഇത് വേറൊരു രീതിയാണ്, ഫുള്ള് മനസ്സിലായില്ല, ജസ്റ്റ് അവര് ചെയ്യുന്നത് വെസ്റ്റീജ് അല്ല എന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അങ്ങനെ ഓക്കെ സാർ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ സാർ എന്നെ കുറെ പുകഴ്ചയൊക്കെ പറഞ്ഞു, നല്ല വോയിസ് ആണെന്നൊക്കെ എന്നെ കുറെയൊക്കെ പറഞ്ഞു. ഞാൻ നമുക്കറിയാലോ, നമ്മൾ കണ്ടിരിക്കുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഏത് അറ്റം വരെയും പോകും. അതായത് ഒരു കസ്റ്റമറിനോട് ഇപ്പൊ നമ്മൾ നമ്മുടെ കടയിൽ നിന്ന് ഒരു സാധനം അല്ല, ഒരു ഷോപ്പിലേക്ക് നമ്മുടെ സാധനം ഉണ്ടെങ്കിൽ ആ കസ്റ്റമറിലേക്ക് അതിന്റെ പ്രൊഡക്റ്റ് എത്തിക്കണമെങ്കിൽ അത്രയും നമ്മൾ അവരെ കയ്യിലെടുക്കണം. അപ്പൊ അങ്ങനെ എന്നെ കയ്യിലെടുക്കാൻ വേണ്ടി, എന്നെ ഒരു ബിസിനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി എന്തിനാണ് സാർ എന്നെ സോപ്പിടുന്നത്, അതൊന്നും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണ് ഞാൻ സാറിനൊന്ന് പറഞ്ഞത്. പക്ഷെ എനിക്കറിയാം, എനിക്ക് പിന്നീട് ഇപ്പൊ നമ്മൾ അറിയാതെ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് എന്താ പറയാ, ഒരുപാട് ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് കഴിവുകൾ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ അത് ഇങ്ങനെ സംസാരിക്കാനാണെങ്കിലും ഒരാളോട് ഇടപഴകേണ്ട രീതി പഠിക്കാനാണെങ്കിലും എല്ലാം. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറഞ്ഞത് നമ്മൾ ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മുടെ 4 ബേസിക് സ്റ്റെപ്സും എല്ലാം നമുക്ക് CEP-യിലൂടെ ഒക്കെ സാർ പറഞ്ഞ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് എന്താണ് ചെയ്യേണ്ടത് വെച്ചാല് അപ്ലൈനും പറഞ്ഞത് അനുസരിക്കുക, അനുസരണയുള്ളൊരു, നമ്മൾ അങ്ങനെയല്ലേ, മാതാപിതാക്കൾ പറയണത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ പുകഞ്ഞ ഉള്ളി പുറത്താണ്, നമുക്ക് പിന്നെ അതില് ചീത്തപ്പേരാകും, നാട്ടുകാരുടെ വക അപ്പനും അമ്മേനെയും കുറ്റം, നമ്മൾ കാരണം അവരും കൂടെ കുറ്റം കേൾക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു അവസരം നമ്മുടെ അപ്പയിൽ നമ്മൾ കൊടുക്കാണ്ടിരിക്കുക എന്നാണ് എനിക്ക് ഇതിൽ മനസ്സിലായത്. കാരണം എന്റെ അനുഭവം പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യവും സത്യസന്ധമായിട്ട് പറയണം. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഞാനായിട്ട് ബാക്കിലേക്ക് നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സാറ് പറഞ്ഞ, അതായത് അവര് പറയുന്നത് ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നീ ഇത് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, എന്തിനാണ് ചെയ്യണ്ടെന്ന് പറയുന്നത്, ഇങ്ങനെ ചെയ്താലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്ന്. പക്ഷെ ഷംന ടീച്ചർ സംസാരിച്ച് പറഞ്ഞൊരു വാക്ക്, കോപ്പി അടിക്കുക. നമ്മുടെ അപ്ലയൻസ് അവർ ചെയ്തിട്ട് അവർക്ക് എന്താണോ അവിടെ പറ്റാത്തത്, ആ പറ്റാത്തത് അവരെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊരിക്കലും റിപ്പീറ്റ് ചെയ്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളോട് പറയുന്നത് അത് ചെയ്യരുത്. കാരണം അവർക്ക് അറിയാം അത് ചെയ്താൽ എന്താണ് റിസൾട്ട് എന്നുള്ള കാര്യം അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്. അപ്പൊ ചെയ്യേണ്ടതാണെങ്കിൽ ഓക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറയും, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യണ്ട എന്ന് തന്നെ പറഞ്ഞാല് ഒരു വിഷമവും വിചാരിക്കാതെ നമ്മളത് ചെയ്യാതിരിക്കുക. അങ്ങനെ അവർ പറയണതെല്ലാം കേട്ട് അതുപോലെ തന്നെ നമ്മളൊന്ന് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്രയും ലേറ്റ് ആയിട്ടല്ലാതെ നല്ലൊരു അച്ചീവ്മെന്റ് എല്ലാവർക്കും ഫാസ്റ്റ് ആയിട്ട് നേടിയെടുക്കാൻ സാധിക്കും. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല കേട്ടോ, ഞാൻ സംസാരിക്കില്ല എന്ന് തന്നെ പറഞ്ഞതാണ്. അപ്പം ജസ്റ്റ് ഇപ്പൊ എനിക്കറിയത്തില്ല, ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു ഒരു എനർജി കിട്ടിയിട്ടുണ്ടാവും, എനർജി അല്ല, ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ള ദൈവത്തോട്, അതുപോലെ തന്നെ ഷംന എന്നെ ഒരു ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്തത് കൊണ്ടാണ് ഇന്നിപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നതും അതുപോലെ ആരോഗ്യത്തോടു കൂടി നിൽക്കുന്നതും. ഇപ്പോ ഷംനയ്ക്ക് പ്രത്യേകം താങ്ക്സ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം വന്നു, ഒരുപാട് എന്റെ മൈൻഡ്, നമുക്കറിയാം നമ്മൾ ഒരു ബിസിനസ്, നമ്മളൊരു അതായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള നെഗറ്റീവുകൾ നമ്മൾ ചുറ്റും കേൾക്കുമ്പോൾ, നമ്മുടെ ഫാമിലിയിൽ നിന്നായിരിക്കാം, ഫ്രണ്ട്സിൽ നിന്നായിരിക്കാം, നമ്മളുടെ തൊട്ടടുത്ത് നമ്മളോട് ഏറ്റവും കൂടുതലായിട്ട് അടുത്ത് പെരുമാറുന്ന നമ്മളുടെ ആൾക്കാരുടേതായിരിക്കാം. അപ്പൊ അതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് മൈൻഡ് ഡൗൺ ആയി പോയി. ഞാൻ അങ്ങനെ പെട്ടെന്ന് മൈൻഡ് ഡൗൺ ആയി പോയ സമയത്ത് ഏറ്റവും എന്നെ തിരിച്ചു കൊണ്ടുവന്ന അശ്വിനി മാഡം എനിക്ക് അച്ഛനും മാഡത്തിന് പറയാണ്ടിരിക്കാൻ പറ്റില്ല.
അത്ര എന്നെ എന്റെ മൈൻഡിലുള്ള എല്ലാ വിഷമങ്ങളും മാഡം എന്താ പറയാ നമുക്ക് അത് നമുക്ക് ഉള്ളിന്ന് നമ്മളുടെ എല്ലാ വിഷമങ്ങളും എടുത്ത് കളയുന്ന നമ്മളെ ഒരു എന്താ പറയാ മെഡിറ്റേഷനിലൂടെയും ഒക്കെ. അപ്പൊ എന്നെ അങ്ങനെ ആ ഒരു മെഡിറ്റേഷൻ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മാഡത്തിനോട് തുറന്ന് എനിക്കറിയാം മാഡം എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അപ്പൊ എന്നെ ഈ ബിസിനസ്സിലേക്ക് ഏറ്റവും രണ്ടാമതും തിരിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് എന്നെ ഒരുക്കിയത് തീർച്ചയായിട്ടും അശ്വിനി മാഡം ആണ്. അശ്വിനി മാഡം, സുരേഷ് സാറും അതുപോലെ ഷായി സാറിന്റെ സപ്പോർട്ടും. ഞാൻ ഇപ്പുറത്തെ ഒരാള് നീതു എന്നൊരു വ്യക്തിയാണെങ്കിൽ അപ്പുറത്തെ എന്റെ അപ്ലൈൻ ആയിട്ട് ഷാജി സാർ എന്ന ഒരു വ്യക്തി അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഇവിടെ ഇരിക്കില്ല. അപ്പൊ എല്ലാവരും നമ്മളുടെ ലീഡേഴ്സ് പറയണത് ഈ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കി ആ സിസ്റ്റത്തോടൊപ്പം പോവുക. എല്ലാവർക്കും നല്ലൊരു വിജയം എത്രയും പെട്ടെന്ന് എല്ലാം നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു നീതു. നല്ലൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരുന്നു അല്ലേ? നല്ലതെന്ന് വെച്ചാൽ എന്തായാലും ഒരു നല്ലൊരു ഇൻബോക്സിൽ എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇൻബോക്സിൽ നമുക്കൊരു താങ്ക്സ് അറിയിക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചാല് ജോയിൻ ചെയ്യുന്ന മുതലൊരു അവർക്ക് ഇപ്പൊ ഇല്ല ഫീലിംഗ് എല്ലാം വളരെ വ്യക്തമായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിച്ചു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ വീഡിയോ ഓൺ ആക്കിയിരിക്കുമ്പോൾ എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിരിക്കുമ്പോൾ നമ്മളെ ആരൊക്കെയോ ആണെന്നുള്ളൊരു ഫീല് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ സംസാരിച്ചു പോകും അല്ല. അവർ ഓരോ കാര്യങ്ങളും സംസാരിച്ചു, ഓരോ ഇമോഷനും എന്താ ഇമോഷനും അതേപോലെ സംസാരിച്ചു അല്ലെ. നമ്മളിപ്പോ നമ്മൾ വേണ്ടപ്പെട്ടവർ പെട്ടെന്ന് കാണുമ്പോൾ സംസാരിക്കുമല്ലോ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കൂലേ, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ ഇമോഷണൽ ആയിട്ടും അതൊന്നും ഫീൽ ചെയ്തില്ല. ഇതൊക്കെ എന്റെ ആൾക്കാരാണെന്നുള്ള ഫീലിലായിരുന്നു സംസാരിച്ചത്. ഇത് പറയാൻ പാടില്ല, ഇത് പറയാം, അങ്ങനെ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലെ. എല്ലാവരും തുറന്നു പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും അതാണ് അവർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. റിയൽ ആയിട്ടില്ല, ഹൃദയത്തിന് വരുന്ന വേർഡ്സ് ആണ്. അതിനെ അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അവർ എഴുതി വെച്ചത് പഠിച്ചിട്ടൊന്നുമല്ല. ഞാൻ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും ചില വേർഡുകളൊക്കെ എഴുതി വെച്ചിട്ട് നോക്കിയിട്ടാ പറയുന്നത്. പക്ഷെ ഇവർ അങ്ങനെ പറഞ്ഞതൊന്നുമല്ല അല്ലെ. ഇവർ തീർച്ചയായിട്ടും ഹൃദയത്തിന് ഡയറക്റ്റ് നമ്മളോട്ട് തരികയാണ് ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ കുറെ ആൾക്കാർ കാണുന്നുണ്ട്. ചിലപ്പോഴും അവർക്ക് ചിലപ്പോൾ നമ്മുടെ എന്താ പറയാ സിസ്റ്ററായിട്ടും ബ്രദറായിട്ടും ചിലപ്പോൾ സാറുമാറായിട്ടും ഒക്കെ കാണുന്നുണ്ടാവും, ഫീൽ ആവുന്നുണ്ടാവും അല്ലെ. ഇതാണ് നമ്മുടെ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ നീതു മാഡം പറഞ്ഞില്ലേ, ഇത് തന്നെയാണ്. നമ്മൾ വളരെ ഒരു ബുദ്ധിമുട്ടായ രീതിയിൽ വന്നപ്പോൾ പറഞ്ഞ് സംസാരിച്ചിരുന്നു. അവള് എന്റെ ഏട്ടനും മേടത്തെയും എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിരുന്നു ആ സമയത്ത്, കുറെ മുമ്പായിരുന്നു. കാരണം ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അല്ലെ. നമുക്ക് ആരെങ്കിലും ഓരോരോ ബുദ്ധിമുട്ട് വരുമ്പോൾ എന്തായാലും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഈ ഓർഗനൈസേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ആർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആരും ഇത് നിർത്തി പോകരുത്. കാരണം ഇത് എല്ലാത്തിനും 100% സൊല്യൂഷൻ ഉണ്ട്. കാരണം അത്രക്കും പവർഫുൾ ആയിട്ടുള്ള അപ്ലൈനാണ് നമുക്കുള്ളത് ഷാജി സാർ, അത് യാതൊരു ഡൗട്ടും ഇല്ല. മനസ്സിലായില്ലേ? കാരണം ഞാനും ഇതുപോലെ പലപ്പോഴും സ്റ്റാർട്ടിങ്ങിലൊക്കെ ഡൗൺ ആയിക്കൊണ്ടേ ഡൗൺ ഓരോ പ്രാവശ്യം എന്റെ അത്ര കോള് പോയ ഏറ്റവും അവരുടെ ലൈഫിൽ ചോദിച്ചാൽ മതി, ഏറ്റവും അധികം സംസാരിച്ചതും കോള് പോയത് ആരെന്ന് ചോദിച്ചാൽ എന്റെ തന്നെ ആയിരിക്കാം. നെഗറ്റീവ് ആയിരിക്കാം, പോസിറ്റീവ് ആയിരിക്കാം, എല്ലാം പറയും. പക്ഷെ എത്ര നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാലും അവിടെ ഒന്നും യേശുമില്ല. അവിടെ നിന്ന് എല്ലാം പോസിറ്റീവ്, എല്ലാം ഫയർ പോലെ പോസിറ്റീവ് ആയിട്ട് വരും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അപ്ലൈൻ ഉള്ളപ്പോ നീതുവിന്റെ വിഷമങ്ങളോ അത് ഒന്നും ആര് വിഷമങ്ങളോ ആര് നെഗറ്റീവ് പറഞ്ഞാലോ അവിടെ ഒന്നും ആയിരിക്കും. കാരണം പോസിറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വളർന്നു വരുന്ന പുതിയ ലീഡേഴ്സ് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞു എല്ലാവരും അതേ ഫയറിലാണ് പോകുന്നത്. അത് യാതൊരു സംശയവുമില്ല. നമ്മൾ അത്രയ്ക്കും സ്ട്രോങ് ഓർഗനൈസേഷൻ ആണ്. എന്നിട്ടും കുറെ ആൾക്കാർ മീറ്റിംഗ് അറ്റൻഡ് മാത്രം ഇരിക്കുന്നത് എന്തുകൊണ്ട് നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്നില്ല? അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കുറച്ച് മൂവ് ചെയ്തേ പറ്റൂ. 2025 നാളത്തോടെ അവസാനിക്കുകയാണ് അല്ലെ. നമ്മൾ തന്നെ ഉണ്ട്, നമ്മളിപ്പോഴും ഉണ്ട്. 2025 മാത്രമേ അവസാനിക്കുന്നുള്ളൂ. നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നെക്സ്റ്റിലോട്ട് പോവാണ്. ശരിയല്ലേ? തീർച്ചയായിട്ടും ആ സ്ട്രോങ്ങിലോട്ട് പോകേണ്ട സ്റ്റെപ്പ് വെക്കുക. ഇത്രയും നല്ലൊരു പവർഫുൾ എക്സ്പീരിയൻസും അതൊക്കെ കേട്ടിട്ടും അല്ലെ, ഇത് ഒന്നും മോട്ടിവേഷൻ അല്ല. ഇതൊക്കെ അവരെ ഹൃദയത്തിലെ വേർഡ്സുകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്ന 2 പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കള്ളം പറയുന്നത് 2-3 പോയിന്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ അവരൊക്കെ സംസാരിച്ചതൊക്കെ നല്ല അവർ തന്നെ വേർഡ്സുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും 2026ലേക്കുള്ള ചുവടുവെപ്പ് വളരെ സ്ട്രോങ് ആയിരിക്കണം, വളരെ സ്ട്രോങ് ആയിരിക്കണം. അതിനു മുമ്പിൽ എന്ത് തടസ്സം ഉണ്ടെങ്കിലും നമ്മളെ ബാധിക്കുന്നത് എല്ലാം ആയിരിക്കണം കേട്ടോ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോകണം. നമ്മൾക്ക് എന്തിന് സപ്പോർട്ട് ചെയ്യാനും ഷാജി സാർ എന്ത് സപ്പോർട്ട് കിട്ടുന്നത് നമ്മൾ അതുപോലെ തന്നെ വിനോദ് സാർ ഏത് സമയത്ത് എന്ത് ചോദിച്ചാലും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എല്ലാവർക്കും ആൻസർ കിട്ടും. ചിലപ്പോൾ കുറച്ച് വൈകിക്കാം, കാരണം അദ്ദേഹം തിരക്കിലായിരിക്കും അല്ലെ. എന്ത് കാര്യത്തിന് നമുക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ തീർച്ചയായിട്ടും അടുത്ത 2026 എന്ത് ചെയ്യണം എന്നതിൽ പല ആൾക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ. ഇപ്പോ അതും കൂടി നമുക്ക് അതും കൂടി കേട്ടിട്ട് വൈൻഡപ്പ് ചെയ്താലോ?
അപ്പോൾ കുറച്ച് സമയമുണ്ട്. ഷാജി സാർ 10 മിനിറ്റ് അധികം എടുക്കുമായിരിക്കും, കുഴപ്പമില്ല. അപ്പോൾ ഷാജി സാറിന്റെ ഒരു പ്രസന്റേഷൻ, ഒരു കുറച്ച് കാര്യങ്ങളും കൂടി 2026 നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം, ഏത് ലെവലിലാണ് കൊണ്ടുപോകുന്നത്, ഇപ്പൊ എവിടെയാണ് ഉള്ളത്, നെക്സ്റ്റ് എവിടെ 2026 ഈ ഡിസംബർ ആകുമ്പോഴേക്കും എന്തായിരിക്കും കേട്ടോ. ചെറിയ ഷോർട്ട് പ്ലാന് കേട്ടോ, ചെറിയ ഷോർട്ട് പ്ലാൻ ഷാജി സാർ തരുന്നതായിരിക്കും. ഷാജി സാറിനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം. കുറെ കാര്യങ്ങൾ പറയുന്നില്ല, ഷാജി സാറിനെ ഡയറക്റ്റ് ഇൻവൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും നല്ല പവർ ആയിട്ടുണ്ട്, ആ പവർ കളയുന്നില്ല. അതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. അതേ കറക്റ്റ് പ്ലാൻ പറഞ്ഞു തരും. നോട്ട് ചെയ്ത് നിങ്ങൾ അപ്ലയൻസ് ആയിട്ട് ഇന്ന് തന്നെ ഇരിക്കുക കേട്ടോ. സമയം എത്ര ആയുള്ളൂ, 10 മണി ആയുള്ളൂ. ഒരു 10 മിനിറ്റ് ഇരിക്കുന്ന കുഴപ്പമില്ല. വിളിച്ച് സംസാരിച്ച് ഇന്ന് തന്നെ സെറ്റ് ചെയ്യുക. നാളത്തേക്ക് വെക്കരുത്, ഉറങ്ങി എഴുന്നേക്കും കുറേ എല്ലാം ആവിയായി പോകും. അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക, ഫോളോ ചെയ്യുക, അപ്ലയൻസ് ആയിട്ട് ഇരുന്നൊരു പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഷാജി സാറിനെ ഇൻവൈറ്റ് ചെയ്യാം. ഷാജി സാറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ മൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സുരേഷ്. വളരെ മനോഹരമായിട്ട് ഇന്നത്തെ സെഷൻ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും അതുപോലെ ഭയങ്കര ഉള്ളിൽ നല്ലൊരു എന്താ പറയുക, എല്ലാം നേടിയ പോലെ തോന്നുന്നുണ്ട്. ഈ ഒരു ഓർഗനൈസേഷൻ നമ്മുടെ ഈ ടീമിന്റെ പ്രത്യേകത, ഇന്ന് ഹൈ ഗ്രോത്തിൽ പോകുന്ന ഒരു ടീമാണ് നമ്മുടെ ടീം. ഇന്ന് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ടീം നമ്മുടെ ടീമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ ഓർഗനൈസേഷന്റെ പവർ എന്താണെന്ന് പല ഫിസിക്കൽ മീറ്റിൽ പോയി അറിയാൻ സാധിക്കുന്നുണ്ടാവും. ഇന്നിപ്പോൾ സംസാരിച്ച രാജുചേട്ടനായിക്കോട്ടെ, അതുപോലെ നീതു വിജയ് ആയിക്കോട്ടെ, ശമന ടീച്ചർ ആയിക്കോട്ടെ, അവർ പറഞ്ഞ വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. നീതു ഇന്ന് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ലേറ്റായിട്ട് ക്വാളിഫൈ ചെയ്തുകൊണ്ടൊന്നല്ല, ലേറ്റായി ക്വാളിഫൈ ചെയ്താലും എങ്ങനെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ വിജയിക്കുന്ന സമയത്ത് ഒരുമിച്ചായിരിക്കും ഇതിനകത്ത് എല്ലാവരും 5 ലക്ഷം രൂപയ്ക്ക് പോകുന്നുണ്ടാവും കേട്ടോ. ഒരു വർഷം ലേറ്റായി പോയി എന്ന് വെച്ചിട്ട് ഒന്നും വിചാരിക്കേണ്ട. നമ്മൾ ഓർഗനൈസേഷൻ 2030 ആകുമ്പോൾ ഇതിൽ ആരുണ്ടെങ്കിലും ബിസിനസ് കളയാതിരിക്കുവാണെങ്കിൽ, നിങ്ങളിത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിച്ചു തരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ. ആ ലെവലിലുള്ള വർക്കിംഗ് പാറ്റേണാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അതുവരെ നിങ്ങൾ എവിടെയും പോവാതിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. എവിടെയും പോവാതിരിക്കുക, ഈ ഒരു ഓർഗനൈസേഷനോടൊപ്പം നിൽക്കുക എന്നുള്ള ഏറ്റവും മാത്രം ഇത് പറയാനുണ്ട്. ഈ ഡിസംബർ മാസം നമ്മൾ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. സുരേഷ് സാറിന് ചിലപ്പോൾ പറയാൻ പറ്റും. ഞാൻ ഡിസംബർ 1 അദ്ദേഹത്തിന് ഒരു PV പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ PV ഈ മാസം ഇത്ര 1000 PV ആയിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു PV പോലും കുറഞ്ഞിട്ടില്ല. അതിൻ്റെ ചോദിച്ചു നോക്കിയാൽ പറയും, ഒരു PV പോലും കുറഞ്ഞിട്ടില്ല. ഞാൻ എത്ര PV ആണോ അദ്ദേഹത്തിന് പറഞ്ഞ് ആ PV ആയിട്ടുണ്ട്. ഡിസംബർ മാസം 1-ാം തീയതി പറഞ്ഞു കേട്ടോ. അദ്ദേഹത്തിന് താഴെ ആര് ജോയിൻ ചെയ്യുന്നു, ആര് പർച്ചേസ് ചെയ്യുന്നു എനിക്ക് അറിയത്തില്ല. ഇത്രായാലും PV നിങ്ങളുടെ ഓർഗനൈസേഷൻ ഈ മാസം ഉണ്ടാവും. അതിൽ നിന്ന് എനിക്ക് ഒരു PV പോലും കുറഞ്ഞിട്ടില്ല, അത് വന്നിട്ടുണ്ട്. അതേപോലെ ഞാൻ ഈ ഡിസംബർ കഴിഞ്ഞു, നാളെ കഴിയാണ്. ജനുവരി 1-ാം തീയതി ഞാൻ രാവിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം, നിങ്ങൾ ഏത് പിന്നാണ് ആവാൻ റെഡിയാണോ, എത്തിച്ചേരാൻ ഞാൻ റെഡിയാണ്, നമ്മൾ റെഡിയാണ്. ഞാനല്ല, നമ്മൾ റെഡിയാണ്. നിങ്ങൾക്ക് ഏത് പിന്നാണോ അച്ചീവ് ചെയ്യേണ്ടത്, അല്ല നാളെ UCD ആണെന്ന് പറയരുത്. നിങ്ങൾ ഏതാണ് സ്ട്രക്ചർ എനിക്ക് അറിയാൻ പറ്റും, അത് ഞാൻ പറഞ്ഞുതരും. അതനുസരിച്ച് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഒരാളും ഓവറായിട്ട് ഒരു പർച്ചേസിങ് ചെയ്തിട്ട് ഒരു ക്വാളിഫിക്കേഷൻ ആവരുത്. പൈസ കളഞ്ഞിട്ട് ആരും ക്വാളിഫിക്കേഷൻ ആയിക്കഴിഞ്ഞാൽ പിറ്റത്തെ മാസം നിങ്ങൾ ബിസിനസ്സിൽ ഉണ്ടാവത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞ് ഈ ബിസിനസ് ശമന ടീച്ചർ പറഞ്ഞ ഒരു വാക്കിൽ തന്നെ തുടങ്ങാം. ദയവ് ചെയ്തിട്ട് നിങ്ങളൊരു ബന്ധക്കാരനെയും ഒരു പരിചയക്കാരനെയും ഒരു അയൽവക്കക്കാരനെയും ഈ ബിസിനസ് കൊണ്ടുവരാതിരിക്കുവാണെങ്കിൽ 2030 ആകുമ്പോൾ നിങ്ങളുടെ വരുമാനം ഞാൻ ഈ പറഞ്ഞ് എത്തിക്കാൻ സാധിക്കും. അവരെ കൊണ്ടുവരേണ്ട സമയമാവും 5 വർഷത്തിന് ശേഷം മാത്രം. അതാണ് ഞാൻ അടുത്ത വർഷം നാട്ടിലേക്ക് വരാൻ പോകുന്നത്. 5 വർഷം ആവും എനിക്ക്. അടുത്ത വർഷം ജൂൺ മാസം എൻ്റെ വീട്ടിൽ ആൾക്കാർ വരും ജോയിൻ ചെയ്യാൻ, ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്യും. അന്നേരം ഞാൻ എൻ്റെ കൂടെ നേരിട്ട് ജോയിൻ ചെയ്യിപ്പിക്കില്ല. എൻ്റെ താഴെ ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തി ആരാണോ അവരെ കൂടെ ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഒരാളും നമ്മൾ അങ്ങനെ നേരിട്ട് ജോയിൻ ചെയ്യിപ്പിക്കില്ല. പക്ഷെ അന്ന് ഞാൻ വിളിച്ച സമയത്ത് വരാൻ പറ്റാത്ത ആൾക്കാർ എൻ്റെ നേരിട്ട് ജോയിൻ ചെയ്യേണ്ടതെന്ന് പറയും. എൻ്റെ ടീമിൽ ഈ 5 വർഷത്തിന് ശേഷം ജോയിൻ ചെയ്ത വ്യക്തി ആരാണോ അവരെ കൂടെ വന്ന് വർക്ക് ചെയ്തതെന്ന് പറയാൻ പറ്റും. ഇങ്ങോട്ട് വന്ന ആൾക്കാർ ജോയിൻ ചെയ്യും. അതിൻ്റെ ഒരു സമയമായി വരുന്നതേ ഉള്ളൂ. അത് പ്രൂവ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. 5 വർഷം ഞാൻ ദുബായിൽ ഇരുന്നു കൊണ്ടാണ് ബിസിനസ് ചെയ്തതെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾ ഇതിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ഇത് കളയണ്ടെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ദയവ് ചെയ്ത് നിങ്ങളെ ഒരു ബന്ധക്കാരനോടും പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പോലും പറയരുത്. ഒരു ബന്ധക്കാരനെ ബിസിനസ് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. ആരും വേണ്ട നിങ്ങൾക്ക്. ബിസിനസ് നമുക്ക് ഈസി ആയിട്ട് ഒരു പരിചയമില്ലാത്ത വ്യക്തിയുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇന്ന് കൊല്ലത്ത് ചടയമംഗലത്തിൽ ഭീമ മാഡം, എനിക്കൊരു പരിചയമില്ല. ഞാൻ കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ട് പോയത് അവരെ കാണാൻ വേണ്ടിയിട്ടാണ്, ബിസിനസ് വിജയിച്ചതിന് ശേഷം പോയത്. മനസ്സിലായില്ലേ? ഇതിലുള്ള ഒരാളെ എനിക്ക് നേരിട്ട് അറിയത്തില്ല. വിനോദ് സാറിന് മാത്രമേ എനിക്ക് പരിചയമുള്ളൂ, വേറെ ആരും പരിചയമില്ല. ഞാൻ ഇന്നലെ രാത്രി അൻസാർ ഭായിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അൻസാർ ഭായി, ഇനി നാളെ മുതൽ ഡിസംബർ 24-ാം തീയതി രാത്രി വരെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കണം. ഒരു ദിവസം പോലും മാറി നിൽക്കരുത്. ഡിസംബർ 24-ന് മുന്നേ ബ്രൗൺ സെലക്ടർ ആവും എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ഞാൻ പറഞ്ഞു അദ്ദേഹം ഡിസംബർ 24 വരെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കണം. എത്ര ബിസി ആയി കഴിഞ്ഞാലും എനിക്ക് മെസ്സേജ് അയക്കണം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ ബ്രൗൺ സെലക്ടർ ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് കണ്ടിന്യൂ ചെയ്യാനെങ്കിൽ അദ്ദേഹം ആയിട്ടുണ്ടോ. അത് ഞാൻ നിങ്ങളോട് എല്ലാവരും പറയുകയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പിൻ ലെവൽ അച്ചീവ് ചെയ്യണമെങ്കിൽ പുതുക്കക്കാരനായിക്കോട്ടെ തുടക്കക്കാരനായിക്കോട്ടെ എത്തിക്കാൻ സാധിക്കും.
നിങ്ങൾ റെഡി ആണെങ്കിൽ ആരുടെയും വാക്ക് കേട്ട് ഈ ബിസിനസ് കളയാതിരിക്കുക. ഇത് മറ്റുള്ള കമ്പനികളെ പോലെ അല്ല, മറ്റുള്ള ടീമിനെ പോലെ അല്ല. ഏത് കമ്പനി ആയിക്കോട്ടെ, ഏത് ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങളെ വിജയം ആഗ്രഹിക്കുന്ന ലീഡർ ആണെങ്കിൽ അവർ നിങ്ങൾ വിജയിപ്പിച്ച് തരും. കാരണം ഞാൻ ഈ 5 വർഷം വർക്ക് ചെയ്തത് എൻ്റെ വരുമാനം നോക്കിയിട്ടല്ല. എൻ്റെ വരുമാനം നോക്കി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വരുമാനം വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ഇത്ര താഴെ പോയി വർക്ക് ചെയ്യില്ല. ഞാൻ ഇപ്പോഴും പ്ലാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഒരാളും 5 വർഷമായിട്ടും പ്ലാൻ കൊടുക്കത്തില്ല. ഒരു ലോകത്ത് ഒരു ലീഡർമാരും ഡയറക്ട് സെല്ലിംഗിൽ 5 വർഷമായിട്ടും പ്ലാൻ കൊടുക്കുന്ന ലീഡർമാർ ഞാനേ ഉള്ളൂ. ലോകത്ത് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലും 5 വർഷമായിട്ടും ടീമിന് വേണ്ടി പ്ലാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ശുദ്ധമായ മണ്ടത്തരമാണെന്ന് എല്ലാവരും പറയത്തുള്ളൂ. പക്ഷെ ഞാനത് നല്ല രീതിയിൽ കാണുന്ന വ്യക്തിയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോഴും കാരണം നമ്മൾ എന്തിനാണ് ബിസിനസ് ചെയ്യണേ? ഇതിൽ ആൾക്കാരെ കണക്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നത് പ്ലാൻ പഠിപ്പിക്കുക, അവരെങ്കിൽ വിടുക, സാധനം വാങ്ങിക്കുക, പ്ലാൻ പഠിപ്പിക്കുക, അവരെങ്കിൽ വിടുക എന്നുള്ളത്. അവർ വിജയിക്കത്തില്ല ഒരിക്കലും. കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി മറ്റവർക്ക് എത്തിച്ചു കൊടുക്കാൻ നല്ലൊരു രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ ഈ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരാളുടെ വ്യക്തി, നിങ്ങൾ ചിലപ്പോൾ, ഞാൻ സ്റ്റാറ്റസ് ഒന്നും നോക്കാത്ത വ്യക്തിയാണ് കേട്ടോ, സ്റ്റാറ്റസ് തീരെ നോക്കിയില്ല. പക്ഷെ ഇപ്പം ഞാൻ നോക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി, അവർ വേറെ കമ്പനിയിൽ പ്രൊമോഷൻ ചെയ്യുന്നതിന് പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടി ഞാൻ നോക്കാറുണ്ട്. നിങ്ങളുടെ ആരെങ്കിലും സ്റ്റാറ്റസ് വേറെ കമ്പനിയിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവർ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടോ. ഞാൻ ഗ്രൂപ്പ് നന്ന് തന്നെ റിമൂവ് ചെയ്യും. കൂട്ടുകാരൻ്റെ ബിസിനസ് ആയി കഴിഞ്ഞാലും ചേച്ചിയുടെ ബിസിനസ് ആയി കഴിഞ്ഞാലും സഹോദരൻ്റെ ബിസിനസ് ആയാലും നിങ്ങൾ ആ സ്റ്റാറ്റസ് വെക്കും, ഞാൻ റിമൂവ് ചെയ്യും ഗ്രൂപ്പിൽ നിന്ന് കേട്ടോ. ഞാൻ ഇന്നലെ അങ്ങനെ ഒരാളെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ സ്റ്റാറ്റസ് ഞാൻ എപ്പോഴും കാണാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിൽ ഞാൻ ലിങ്ക് കണ്ട് കയറി നോക്കുമ്പോൾ അത് 4 ഹവറിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. അതിൽ ഏകദേശം 183 പേരുണ്ട്. ആ 183 പേർക്ക് ഞാൻ വെസ്റ്റീന് പ്ലാൻ കാണിച്ചു. അതിൽ 5 ID ഞാൻ എടുത്തു 3 ദിവസം കൊണ്ട്. ആ 4 ഹവറിൻ്റെ ഗ്രൂപ്പ്, കാരണം ഒരു സ്റ്റാറ്റസ് കണ്ടപ്പോൾ അതിൽ ഞാൻ കയറി ലിങ്ക് എടുത്തു. അതിൽ 183 പേരുണ്ട്. 183 പേർക്ക് ഞാൻ ജ്യോതിഷ് സാറിൻ്റെ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി? 183 പേർക്ക് പ്ലാൻ കാണിച്ചു. അതിൽ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവച്ചു 4 ഹവറിൻ്റെ മീറ്റിംഗ് കയറാൻ പറഞ്ഞു. ഞാൻ അതിലും കയറി. ഇന്നലെ ഞാൻ അതിൽ കയറി. ഇന്നലെ അതിൽ കയറിയപ്പോൾ 1 മണിക്കൂർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എനിക്കൊരു ട്രിക്ക് കിട്ടി എൻ്റെ അടുത്ത്, എങ്ങനെയാണ് ഈ ബിസിനസ്. ഞാൻ എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് 4 ഹവറിൽ ഇത്രയും ആൾക്കാർ ജോയിൻ ചെയ്യുന്നത്, 30,000 സാധനം വാങ്ങിച്ചിട്ടും ആ കമ്പനി ഇത്രയും ആൾക്കാർ പുകഴ്ത്തി പറഞ്ഞത് എന്തിനാണ് എനിക്ക് മനസ്സിലായി. അതിനെന്താ സംഭവം എനിക്ക് മനസ്സിലായി. അതിനകത്ത് അവരൊന്നുമില്ല, പറയുന്നില്ല. അതിൽ ആരെങ്കിലും ഒരാൾ വീട്ടിൽ നിന്ന് തരകെട്ടിയ ചിത്രവും കാണിച്ചിരും, കാറ് വാങ്ങിച്ച ചിത്രം കാണിച്ചിരും, അവരാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുക. വേറെ ഒന്നുമില്ല. അത് കണ്ടിട്ടാണ് ഈ പാവപ്പെട്ടവർ 30,000 സാധനം വാങ്ങിച്ചു പോകുന്നത്. പിന്നെ ഒന്നും കിട്ടത്തില്ല. എന്നെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി ലീഡറോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ ക്ലാസ്സിൽ കയറിക്കോ, അവരെല്ലാം പറഞ്ഞുതരും. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, നിങ്ങൾ ഇത്രയും വലിയ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തിയല്ലേ, നിങ്ങളുടെ കമ്പനിയിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ എത്ര വില പറയാൻ പറ്റുമോ ചോദിച്ചു. ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചപ്പോൾ അവർ പറയുന്നില്ല. ഞാൻ ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാറില്ല, ഞാൻ പ്രൊമോഷനാണ് ചെയ്യാറുണ്ട്. ഞാൻ ഓക്കെ, പ്രൊമോഷൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു. അതും അവർക്ക് അറിയത്തില്ല. 4 ഹവറിൽ വലിയ ഇൻകം വാങ്ങിക്കുന്ന വ്യക്തിയാണ്, എന്താ പ്രൊമോഷൻ ചെയ്യുന്നത് പറയത്തില്ല. 5 ദിവസം 5 മണി ഓരോ മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ പറയൂന്ന് പറഞ്ഞു. ഈ 5 മണിക്കൂർ നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തത്. അവർക്കറിയില്ല പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്താണെന്നുള്ളത്, ഇത് എന്തൊക്കെ ഉണ്ടെന്ന് അവർക്ക് അറിയത്തില്ല. പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഈ 4 ഹവർ എന്ന കമ്പനിയിൽ 30,000 കൊണ്ട് കളയുമെന്ന് എനിക്കറിയത്തില്ല. ഇതിൽ എത്ര ആൾക്കാരുണ്ട് എനിക്ക് കളഞ്ഞ ആൾക്കാർ? ഇല്ല. ഞാൻ ആ എനിക്ക് അറിയത്തില്ല ആ കമ്പനി എന്താണെന്ന് ഒന്നും അറിയത്തില്ല. ഞാൻ ഇന്നലെ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത് അറിയാൻ വേണ്ടിയിട്ടാണ്, പഠിക്കാൻ വേണ്ടിയിട്ട് പോയത്. കാരണം ഈ ഗ്രൂപ്പിൽ ഒരാളെ എനിക്ക് അയച്ച ലിങ്കാണ്. അങ്ങനെ ഒന്ന് കയറി നോക്കിയത്. കാരണം ഈ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഇപ്പോൾ എനിക്ക് ധൈര്യമായി. അതുകൊണ്ട് ഇന്ന് ഉച്ചക്കത്തെ 2 മണി പ്ലാൻ കേട്ടവർക്ക് അറിയാൻ പറ്റും. ഞാൻ നല്ല ഹൈ എനർജിയിൽ ഇന്ന് സംസാരിച്ചു. ചോദിച്ചു നോക്കി അറിയാം, കയറിയവർക്ക് അറിയാം. എനിക്കിപ്പോൾ മനസ്സിലായി എന്താണ് ആ ബിസിനസ്സിൽ ആൾക്കാർ അട്രാക്ഷനായിട്ട് പോകുന്നതിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഇതിലെ കുറച്ച് ലീഡർമാരെന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലും ഈസിയായിട്ട് ബിസിനസ് വിജയിക്കാൻ പറ്റും. ആൾക്കാർ കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. വേറെ ഒന്നും നോക്കാനില്ല. ജനുവരി 2026 ജനുവരി മാസം നമ്മൾ ഒരുപാട് ഹയർ പിൻ ലെവൽ അച്ചീവ് ചെയ്യാൻ പോകണം. ചെറുതല്ല. ബ്രോൺസ് ഡയറക്ടറും സിൽവർ ഡയറക്ടറും അത് ഇത്രയും കാലം നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ ഇനി സ്റ്റാറും ഗോൾഡും ഡയമണ്ടും ക്രൗണും ഒക്കെ നമ്മുടെ ടീമിൽ അടുത്ത വർഷം മുതൽ വരാൻ പോവാണ്. വലിയ വലിയ പിന്നെ പോകുന്നില്ല. പക്ഷെ ഒരിക്കലും ഒരാളും പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ട് ഒരു ക്വാളിഫിക്കേഷൻ ചെയ്യാതിരിക്കുക. ഒരു 100 PBയോ 200 PBയോ 300 PB ഒക്കെ ചെയ്യാം. അത് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ പതുക്കെ മൂവ് ചെയ്താലും ആവാം. പക്ഷെ ഒരിക്കലും വലിയ വലിയ പർച്ചേസ് ചെയ്തൊന്നും ആവരുത്. അങ്ങനെയുള്ള മോട്ടിവേഷൻ നമുക്ക് മേലെ നിന്ന് വരും, നമ്മുടെ ലീഡേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വരും. എനിക്കും വരാറുണ്ട്. എന്നെ ഒരുപാട് മോട്ടിവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം അല്ല, രാജചേട്ടനൊക്കെ അറിയാൻ പറ്റും. വലിയ വലിയ പിന്നിലൊക്കെ നമ്മൾ ആൾക്കാർ പറയും. നമ്മൾ ദിലീപേട്ടൻ അറിയാൻ പറ്റും. ദിലീപേട്ടൻ ഫിസിക്കൽ മീറ്റിംഗ് പോയ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് വലിയൊരു ക്വാളിഫിക്കേഷൻ പറയും. ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ സ്ട്രക്ചർ എന്താണോ, നിങ്ങൾ അപ്ലൈന് അറിയാം, മെൻറ്ററിന് അറിയാം, അവരോട് ചോദിച്ചാൽ മാത്രമേ എന്തും ആവാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഒരു പ്രാവശ്യത്തെ ക്വാളിഫിക്കേഷനോ ഒരു റെക്കഗ്നേഷനോ കിട്ടിയോണ്ട് യാതൊരു പ്രയോജനം കിട്ടത്തില്ല. ആ റെക്കഗ്നേഷൻ എവിടെയും കാണിക്കാനും പറ്റത്തില്ല. നിങ്ങളുടെ സ്ട്രക്ചർ അനുസരിച്ച് മാത്രം വർക്ക് ചെയ്യുക. ഈ നീതു മാഡം നേരത്തെ പറഞ്ഞു വൈകി പോയി.
മുന്നേ ഒരിക്കൽ 1700 PV വെറും 300 PV ഷോർട്ടേജസിൽ നീതു ബ്രൗൺ സെലക്ടർ ആണ്ടായിരുന്നു. 300 PV ഷോർട്ടേജസിൽ അന്ന് പോലും പർച്ചേസ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടില്ല. അന്ന് പർച്ചേസ് ചെയ്താൽ ആ മാസമേ ബ്രോൺസ് ആവില്ല, പിന്നെ ആവത്തുണ്ടാവില്ല, ബിസിനസ് ലെവൽ ഉണ്ടാവത്തുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞു നമ്മൾ സ്ട്രക്ചർ ചെയ്ത് വർക്ക് ചെയ്ത് കുറച്ച് വൈകി കഴിഞ്ഞാലും ഇനിയിപ്പോൾ നീതു മേഡം ലേറ്റ് ആയിട്ട് ബ്രോൺസ് ആയെങ്കിൽ അടുത്ത മാസം അവർ സിൽവർ ആണ്, അതിൻ്റെ അപ്പുറത്തെ മാസം അവർ ഗോൾഡാണ്. മനസ്സിലായിട്ടുണ്ടോ? ഒരു വർഷം മുന്നേ അവർ വന്ന സമയത്ത് ബ്രോൺസ് സെലക്ടർ അവർ ഇപ്പോഴും ബ്രോൺസ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവർ ഒരു മാസം കൊണ്ട് സിൽവറോ അടുത്ത മാസം സ്റ്റാർ വേണമെങ്കിൽ ആവാൻ സാധിക്കും. ആ ലെവലിൽ ടീമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈകി പോയി എന്നൊന്നും വിചാരിക്കേണ്ട. ഒരു മാസം വൈകി കഴിഞ്ഞാലും 2 മാസം വൈകി കഴിഞ്ഞാലും 1 വർഷം വൈകി കഴിഞ്ഞാലും ഒരു വിഷമം വേണ്ട. നിങ്ങൾക്കൊരു സമയമുണ്ട്. മറ്റേ ശ്രീനിവാസൻ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട്, ദാസൻ പറഞ്ഞിട്ടില്ല. അതുപോലെ നിങ്ങൾക്കൊരു സമയമുണ്ട്. ആ സമയമാകുമ്പം നിങ്ങൾക്ക് വിധിച്ച വ്യക്തി നിങ്ങളുടെ വരും. നിങ്ങളുടെ കൂടെ ക്രൗൺ ഡയറക്ടർ ആവേണ്ട ആൾ, നിങ്ങളുടെ കൂടെ UCD ആവേണ്ട ആൾക്കാർ നിങ്ങളുടെ കൂടെ വരുന്നുണ്ടാവും. നമ്മളെ ടീമിലെ ലീഡർമാർ വിജയിക്കാനും അവരുടെ വരുമാനം കൂടാൻ വേണ്ടിയിട്ടും കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കട്ടെ. അവരുടെ പിന്നിലുള്ള അച്ചീവ്മെൻറ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. താഴെ വ്യക്തി ക്വാളിഫൈ ചെയ്യുമ്പോൾ, താഴെ വ്യക്തി വരുമാനം കൂടുമ്പോൾ ഒരു വിഷമവും വേണ്ട. നിങ്ങൾ അവരെ വിജയിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി, ഓട്ടോമാറ്റിക് ബിസിനസ് വരും കേട്ടോ. ഇതൊരു ചെറിയൊരു സമയമുള്ളൂ. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മാറി നിന്നാൽ വരുമാനം വരും. നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ വരുമാനം വരും. ഒരു ചെറിയ സമയം കഴിഞ്ഞാൽ നിങ്ങളുടെ 6 ഓർഗനൈസേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ലീഡർഷിപ്പ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾ മാറി നിന്നാൽ വരുമാനം വരും. പേടിക്കണ്ട. 6 ഓർഗനൈസേഷൻ എത്ര സൈലന്റ് ആയാലായിക്കോട്ടെ, എത്ര പാവമായിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു കഴിവില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. കാരണം എൻ്റെ ടീമിൽ എനിക്കൊരു ഉദാഹരണം പറയുന്ന വ്യക്തിയുണ്ട്, അശ്വിനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്, തൃശ്ശൂരിലുള്ള. സംസാരിക്കുന്നവരും മൊബൈൽ ചെവിയിൽ വെക്കും. ഇതിനകത്ത് ഉണ്ടാവും, ചെവിയിൽ വെച്ചാൽ മാത്രമേ കേൾക്കൂ എന്താ പറയുന്നത്. അത്രയ്ക്കും ലോ ആ പാവം അതിനറിയാം. പക്ഷെ അവർ പോലും ഇതിൽ ഡയമണ്ട് ഡയറക്ടറുടെ പൊസിഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? വന്നിട്ട് 6-7 മാസമേ ആയിട്ടു. ആ ലെവലിൽ സ്ട്രക്ചർ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഒരു കഴിവും വേണ്ട നിങ്ങൾക്ക്, ഒരു ഇതും വേണ്ട. നിങ്ങൾക്ക് ഇതിൽ വിജയിക്കണം സ്വപ്നം ഉണ്ടെങ്കിൽ, ലക്ഷ്യങ്ങൾ നേടുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി കളയാതിരിക്കുക. കണ്ടിന്യൂ നിങ്ങൾ ആക്ഷൻ ചെയ്യുക. ഒരു 2-3 മണിക്കൂർ ഡെയിലി പ്രോസ്പെക്റ്റിംഗ് ചെയ്യുക. നമ്മളെ പ്രസൻറ്റേഷനിലേക്ക് ആൾക്കാരെ എത്തിക്കുക. വന്നോളും. ഒരു സമയത്ത് നിങ്ങളുടെ ആൾക്കാർ ജോയിൻ ചെയ്യും. 2-3 ആൾക്കാർ ഐഡിയ എടുക്കുന്ന സമയത്ത് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം. ഇതിൽ വേറെ ഉദാഹരണം മഹേഷൻ KB. നിങ്ങൾക്ക് ചിലപ്പോൾ മീറ്റിംഗ് കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം വളരെ സ്ലോയിലേ ചെയ്യും ബിസിനസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു 90 ഡേയ്സ് മിഷനിൽ ഒരു 90 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് ഒരു ജോയിനിങ് കിട്ടും. അത് നല്ലൊരു വ്യക്തിയൊക്കെ. അതാണ് നമ്മുടെ സാജിദ് അഹമ്മദ്. രണ്ടാമത്തെ 90 ദിവസത്തിൽ വേറൊരു വ്യക്തിയുണ്ട്. മൂന്നാമത്തെ 90 ദിവസത്തിൽ മൂന്നാമത്തെ വ്യക്തി. നാലാമത്തെ 90 ദിവസം അദ്ദേഹത്തിന് അടുത്ത ജോയിനിങ് ആയി. 4 ടീം സെറ്റാണ്. ഒരു പ്രശ്നം വേണ്ട. നമ്മൾ പക്ഷേ ആ ഒരു മനസ്സ് മടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കണ്ടിന്യൂ ആയിട്ട് പ്രസൻറ്റേഷൻ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ 90 ദിവസം നിർത്താതെ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്ത് ഒരു വ്യക്തിക്ക് നിങ്ങളോട് ജോയിൻ ചെയ്യും, നല്ലൊരാൾ കിട്ടും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത്, 3 പേരോട് പറഞ്ഞ് പരിപാടി സ്റ്റോപ്പാണ്. മനസ്സ് ഡൗൺ ആക്കാതിരിക്കുക. കണ്ടിന്യൂ ആയിട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ആൾക്കാർ എത്തിച്ചാൽ മതി. പിന്നെ നാളെ 31 ലാസ്റ്റ് ദിവസമാണ് ഈ വർഷത്തെ. ജനുവരി മാസം 1-ാം തീയതി മുതൽ മോർണിംഗ് CP എന്ന് പറയുന്നത് ഒരു റെക്കോർഡ് സെഷൻ ഉണ്ടാവില്ല, വേറെ ലീഡേഴ്സ് ആരും ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല. സംസാരിക്കുന്ന മുഴുവൻ നിങ്ങളാണ്. 30 ദിവസം ഷെഡ്യൂളായി. 30 ദിവസം സ്പീക്കർമാരുടെ റെഡിയാണ്. സംസാരിക്കാൻ എല്ലാം സെറ്റാക്കി വെച്ച്, MC അടക്കം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജനുവരി മാസം 1-ാം തീയതി മുതൽ രാവിലത്തെ മോർണിംഗ് CP 100 പേര് പങ്കെടുക്കുന്ന CP ആക്കി മാറ്റുന്നുണ്ടാവും. കുറയരുത്. നിങ്ങളാണ് അതിൻ്റെ കൺട്രോൾ, ഞാനല്ല. നിങ്ങളാണ് സ്പീക്കർ, ഞാനല്ല. ഇനി അങ്ങോട്ട് ജനുവരി മാസം മുതൽ ഞാനല്ല സ്പീക്കറായി വരിക. ഞാൻ ആകെ പ്ലാൻ മാത്രമേ കൊടുക്കത്തുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങളാണ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അടുത്ത മാസം നിങ്ങൾക്ക് ഏത് പിന്ന് വേണോ എന്നോട് പറഞ്ഞാൽ മതി. പറഞ്ഞിട്ട് പോകരുത് കേട്ടോ. പറഞ്ഞാലും എല്ലാ ദിവസവും എന്നോട് സംസാരിക്കണം. ഏതെങ്കിലും ഒരു പിൻ ലെവൽ വേണമെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രക്ചർ അനുസരിച്ച് ഞാൻ പറഞ്ഞുതരും. ആ പിന്ന് നമുക്ക് എടുക്കാം. പക്ഷേ അത് ഓക്കെ ആണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള 30 ദിവസം ജനുവരി മാസം 30-ാം തീയതി വരെ കൂടെ നിൽക്കണം, സംസാരിക്കണം, മെസ്സേജ് അയക്കണം. എനിക്ക് ബ്രോൺസ് ഡയറക്ടർ ആവണം, എനിക്ക് സിൽവർ ഡയറക്ടർ ആവണം എന്ന് പറഞ്ഞ് കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. ഞാൻ അപ്പം തന്നെ മെസ്സേജ് അയക്കും, ഈ മാസം ആവണ്ടെന്ന് പറഞ്ഞിട്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ കണ്ടിന്യൂ 30 ദിവസം കൂടെ നിൽക്കുക. നിങ്ങൾ അപ്ലൈനായിട്ട് സംസാരിക്കുക. എനിക്ക് എന്നോട് വരും കേട്ടോ. ഓക്കെ, നാളെ മുതൽ നമുക്ക്, നാളെ 31 ഈ ഒരു ബിസിനസ് മന്ത് ലാസ്റ്റ് ക്ലോസിംഗ് ഡേറ്റ്. 1-2 ക്വാളിഫിക്കേഷൻ കൂടെ സെറ്റാക്കാനുണ്ട്. നാളെ ഉച്ച നമുക്ക് ഇതാവും. ഒരു പിന്നും കൂടെ നമ്മുടെ ടീമിൽ വരാൻ സാധ്യതയുണ്ട്. വലിയ 2 പിന്നുണ്ടായിരുന്നു, പക്ഷേ അത് അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. 2 ഗോൾഡ് ഡയറക്ടർ വരാനുണ്ട്, അത് അടുത്ത മാസത്തേക്ക് ആവും. ഓക്കെ, വേറെ ഒന്നുമില്ല. ബാക്ക് ടു സുരേഷ് സാർ. താങ്ക് യു ഷാജി സാർ. ഷാജി സാറ് നല്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ 2026 നല്ല ഐശ്വര്യത്തോടെ കടന്നു പോകാനുള്ള ഒരു എല്ലാ വഴികളും ഷാജി സാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഐശ്വര്യമുള്ളതായി തന്നെ ആയി മാറട്ടെ 2026. അപ്പോൾ തീർച്ചയായിട്ടും ഷാജി സാർ പറഞ്ഞ പോലെ അപ്ലൈനുമായിട്ട് ഇന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്ലാൻ സെറ്റ് ചെയ്യുക. നാളത്തെ കുറച്ച് അത്ര സ്ട്രോങ്നെസ് കാണത്തില്ല. അപ്പോൾ 2026 എല്ലാ പ്ലാനും സെറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഷാജി സാർ പറഞ്ഞ പോലെ
2 ഗോൾഡ് 2 സിൽവർ എന്നും പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കുന്ന പോലെ അങ്ങനെ ആവരുത്. തീർച്ചയായിട്ടും എന്താ നമ്മൾ ഷാജിസോട് പറയുന്ന പോയിന്റ്, അത് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ വർക്ക് ചെയ്യണം കേട്ടോ. ഷാജി സാർ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ സാർ പറഞ്ഞു, ഷാജി സാർ നമ്മൾ ഇന്ന് കാര്യം പറഞ്ഞിട്ട് പോകരുത് എന്ന്. മിക്ക ആൾക്കാർക്ക് ആ സംഭവിക്കുന്നത്, സാറേ ഞാൻ ഇത് ആയിരിക്കും എന്ന് പറഞ്ഞ് 15-ാം തീയതി ആകുമ്പോഴേക്കും ആൾക്കാർ ബാക്ക് നിൽക്കും. ഒരിക്കലും അങ്ങനെ നിൽക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക. 99 അടി അടിച്ചിട്ട് 100ാമത്തെ അടിയിലായിരിക്കും ഒരു പാറക്കല്ല് പൊട്ടാൻ പോകുന്നത്. ആ 100ാമത്തെ അടി അടിക്കാൻ വെച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് മിക്ക ആൾക്കാരും, അല്ലേ? അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ലക്ഷ്യം കണ്ടെത്തിയേ മാറുള്ളൂ എന്ന് പിന്നെ രീതിയെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ക്ഷമിക്കണം, നമുക്ക് 15 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. 1 മണിക്കൂറിന്റെ വൈൻഡ് അപ്പ് ചെയ്യുന്ന മീറ്റിംഗ് ആണ്. പക്ഷെ ഇന്നത്തെ അത്രയ്ക്ക് സ്ട്രോങ് ഉള്ള മീറ്റിംഗ്, സ്ട്രോങ് ഉള്ള ഒരു പ്രസന്റേഷൻ, ലാസ്റ്റ് ഷാജി സാറിന്റെ ക്ലോത്തിങ്, 2026 പ്ലാനിങ് ഒക്കെ ആയപ്പോഴേക്കും ഒരു 15 മിനിറ്റ് നമുക്ക് എടുത്തു. എന്നാലും കുഴപ്പമില്ല. 2025 എല്ലാവരും നല്ല 25 ആയിരുന്നു. നല്ല വർഷമായിരുന്നു. ഇനി 2026 അങ്ങോട്ടും നല്ലൊരു വർഷം ഉണ്ടാവട്ടെ. നല്ലൊരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. ഒരുപാട് പിന്നെ നോളജുകൾ, അറിവുകൾ ഉണ്ടാക്കാൻ പറ്റട്ടെ. ഒരുപാട് എന്താ പറയാ, ഹെൽത്ത്, വെൽത്ത്, എല്ലാത്തിലും നല്ല സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അധികം നീട്ടാതെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. വൺ മോർ ടൈം വിഷ് യു വെൽ, ഹാപ്പി അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക്സ്.